എന്നിട്ട് അവസാനം സാറ് എഴുതിക്കോളും എന്ന് പറഞ്ഞു അപ്ലിക്കേഷൻ. അപ്പോൾ ഞാൻ സമയത്ത് മോൻ്റെ പേരെന്താന്ന് ചോദിച്ചു, അച്ഛനോട് ചോദിച്ചു. ഇവിടെ അച്ഛൻ ചോദിച്ചു എൻ്റെ പേരെന്താണെന്ന് ചോദിച്ചു. അത് അറിയില്ല. ഞാൻ ചോദിച്ചാൽ പിന്നെ അറിയില്ല. ആരുടെ പോലെ കുട്ടുന്ന പഠിക്കുന്ന ഇതൊക്കെ വിളിക്കുന്ന ശരിക്കുള്ള പേരെന്താണ് അർജുന. അച്ഛൻ എൻ്റെ പേര് അർജുന. എന്താ മകളുടെ പേരറിയില്ലേ? പിന്നെയാണ് നമ്മുടെ വിഷയത്തിലേക്ക് അല്ലേ, ലക്ഷ്യബോധം. നമ്മുടെ ലക്ഷ്യം എന്താ? സ്വന്തം മക്കളെ അറിഞ്ഞൂടാ, വീട്ടുകാരെ അറിഞ്ഞൂടാ, ഞാൻ ഇതിനെ ജനിച്ചത് അറിഞ്ഞൂടാ, ഒരു കാഴ്ചപ്പാടുമില്ലാതെ നമ്മൾ ജീവിക്കും. ശരിയാണ്. എന്ത് ചോദ്യം ചോദിച്ചാലും അവർ കിട്ടരുത്. ഭാഗ്യത്തിന് നിങ്ങൾ ജീവിച്ചു. നിങ്ങൾ ഉദ്ദേശിച്ചിരുന്നത് ബലം പിടിച്ചിരിക്കണമെന്ന്. ഞാൻ വന്നവിടെ ഇരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഉപബോധ മനസ്സ് നിങ്ങളോട് പറഞ്ഞതായിരുന്നു, അനങ്ങാതിരിക്കണം, ചിരിക്കരുത്, മിണ്ടരുത്, ബലം പിടിച്ചിരിക്കണം. അങ്ങനെയൊക്കെയല്ലേ പറഞ്ഞേ അല്ലേ? ഉപബോധ മനസ്സിനോട് പറഞ്ഞില്ലേ? പറയുന്നത് നിങ്ങൾ അറിയില്ല, നമ്മൾ ചെയ്തുകൊണ്ടേ. അങ്ങനെ ഒരു ടെക്നിക്ക് ഉണ്ട്. നമ്മൾ പലപ്പോഴും അങ്ങനെയാണല്ലോ, വിഷമകരമായ ദുഃഖകരമായ വേവലാതിയും വേദനയും ഒക്കെയുള്ള സംഗതികളെ മറക്കണം എന്ന് ആഗ്രഹിക്കും. പക്ഷെ അതൊക്കെയാണല്ലോ എപ്പോഴും ചാടി വരുന്നത്. എൻ്റെ പിന്നിലാരാ? ഉപബോധമാണ്. നിങ്ങളൊന്നിനെ കുറിച്ച് നിരന്തരമായിട്ട് ചിന്തിച്ചുകൊണ്ടിരുന്നാൽ അത് നിങ്ങളുടെ മുന്നിൽ കൃത്യനെന്താണ് നനച്ചിരുന്ന വരുന്നതിനാണെന്ന് ചൊല്ലുണ്ട്. അതുപോലെ നമ്മുടെ ഉള്ളിൽ വേണ്ട വേണ്ട എന്നാണെങ്കിലും വേണം വേണം എന്നാണെങ്കിലും നിങ്ങൾ ചിന്തിക്കുക, എന്താണ് നിങ്ങൾ ചിന്തിക്കുക? വേണ്ട വേണ്ട എന്നാണോ ചിന്തിക്കേണ്ടത്? വേണം വേണം എന്നാണോ? അമ്മയ്ക്ക് ഷുഗർ ഉള്ളതിനെ കൊണ്ട് എനിക്ക് പേടിയാണ്. അമ്മയ്ക്ക് ഉണ്ടായിരുന്ന ഷുഗർ എനിക്ക് പേടിയാണ്. പേടിച്ചുകൊണ്ടേയിരിക്കുക, ഷുഗറായിട്ടും. അമ്മയുടെ ഷുഗറിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കണ്ട. ഇപ്പൊ സത്യം പറയാം, ഓരോന്നും നടക്കില്ല. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ടുന്നത് എന്തിനെ കുറിച്ച് മാത്രമാണ്? പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച്. നിരന്തരം നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടിരുന്ന അതിലിങ്ങനെ സംഭവിച്ചു. അതിന്റെ കൂടുതൽ കാര്യം നമുക്ക് വൈകുന്നേരം ഒരു പ്രാർത്ഥനയുടെ സമയമുണ്ട്. നിങ്ങൾ പരിശീലിച്ചാൽ മതി. എനിക്കറിഞ്ഞൂടെ നമ്മൾ പരിശീലിക്കുക. ലക്ഷ്യം രണ്ടെണ്ണമാണ്. ഒന്ന് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട്, മറ്റൊന്ന് ജീവിത ലക്ഷ്യം. നിങ്ങൾ കുട്ടികളെ പഠിപ്പിക്കാവുന്നത് ആദ്യം തൊഴിൽ ലക്ഷ്യത്തെ കുറിച്ചാണ്, കരിയർ ഗോൾ. രണ്ടാമത്തത് ലൈഫ് ഗോളാണ്. കരിയർ ഗോൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? തൊഴിൽ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നിങ്ങൾ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ചിന്തിച്ചിരുന്നോ? പഠിക്കുന്ന കാലത്ത് 10ാം ക്ലാസ്സിലോ 8ാം ക്ലാസ്സിലോ 12ാം ക്ലാസ്സിലോ പഠിക്കുന്ന കാലത്ത് എനിക്ക് ഈ തൊഴിലിലൂടെ ഇന്നയാളാവണം എന്ന് ചിന്തിച്ചിരുന്നോ? ഇല്ല. പലപ്പോഴും ഇന്നും നമ്മുടെ കുട്ടികളുടെയൊക്കെ അവസ്ഥ അതാണ്. എന്തിനാ പഠിക്കുന്നതെന്ന് വെച്ചാൽ ഇന്നത്തെ ഒരു സിനിമ ചോദിക്കുന്നു, എന്തിനാ പഠിക്കുന്നത് ചോദിച്ചപ്പോൾ പറഞ്ഞെന്താണ്? LLB-ക്കാണ്. അതല്ല ചോദിച്ചത്, എന്തിനാ പഠിക്കുന്നത്? പഠിച്ചിട്ടില്ല കാര്യമില്ല. പലപ്പോഴും കേരളത്തിലെ വിദ്യാഭ്യാസം അങ്ങനെയാണ് ഇപ്പോൾ. നമ്മൾ പറയുന്നത് സാക്ഷര കേരളം, സുന്ദര കേരളം. പക്ഷേ സത്യത്തിൽ എന്താണ് നമുക്ക് കൃത്യമായിട്ട് അറിയുക? എന്താണ് കൃത്യമായിട്ട് അറിയുക? ഇന്ന് രാവിലെ എവിടെ വന്നത്? ഇന്നലെ വന്നു. ഇന്നലെ വന്നപ്പോൾ താമസിച്ചാണോ? ഇന്നലെ രാവിലെ വരുന്നതിന് മുൻപ്, ഇന്ന് രാവിലെ ഇവിടേക്ക് വരുന്നതിന് മുൻപ് മിഞ്ഞാന്നത്തെ പത്രം വായിച്ചിരുന്നു എന്നുള്ളത് ഞാൻ ചോദിക്കുക. ന്യൂസ് കൈകാട്ടി നിങ്ങളെ കുറ്റം പറയുക. നമ്മുടെ അവസ്ഥ ഐശ്വര്യ സിനിമ പറയുന്നത് എന്തോന്ന് പറഞ്ഞത്? ഇന്നത്തെ പേപ്പറിലുണ്ടെന്ന് പറഞ്ഞ മുമ്പിൽ പറഞ്ഞാൽ ഇന്നത്തെ പേപ്പർ ഞാൻ വായിക്കാൻ 5-6 ദിവസമായി. ഇന്നത്തെ പേപ്പർ ഞാൻ വായിക്കാതെ 5-6 ദിവസമായി. എന്താണ് നമുക്ക് കുറേ പ്രധാനമന്ത്രിമാരുണ്ടായിരുന്നു. ഇടയ്ക്കാണ് AK ഗുജറാൾ എന്ന് പറയുന്ന ഒരാൾ മരിച്ചു. അപ്പൊ മാഷനോട് ചോദിച്ചാൽ, ഇയാൾ പ്രധാനമന്ത്രിയിലൂടെ
എനക്കറിഞ്ഞൂടാന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ നമ്മുടെ അവസ്ഥയാണ്. കുട്ടികളില്ലാത്തതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. കുട്ടികൾ ഫാർ ബെറ്ററാണ്, മുമ്പിലാണ് അല്ലേ? നമ്മൾ പഴയ മൂർച്ചയില്ലാത്ത ഉച്ചവാളുകൊണ്ടിനെ കുട്ടികൾ ഞാൻ മറ്റേ ഏതോ സിനിമയിൽ വിനയ് ഫോർട്ട് പറയുന്നില്ല, എന്തോ നോക്കി പറഞ്ഞിട്ട് എനിക്ക് മനസ്സിലായിട്ടില്ല, എനിക്ക് മനസ്സിലാക്കി ഏത് അങ്ങനെയാണോ ഒരു പ്രീ പ്ലാനും ഇല്ല. പ്ലാനിങ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. ലക്ഷ്യം വേണമെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ യു ഷുഡ് ബി എ പ്ലാൻ. നിങ്ങൾക്കൊരു പ്ലാൻ ഉണ്ടാവും. ഒരു പ്ലാന് അത് പ്ലാനിങ്ങിലേക്ക് വരാതെ അത് അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്യാതെ അതിന് പ്ലാൻ വന്നു, പ്ലാനിങ് വേണം, പ്രിപ്പറേഷൻ വേണം. ലക്ഷ്യത്തിനെ കുറിച്ച് നിങ്ങൾക്ക് ജീവിതത്തിൽ പഠിക്കുന്ന കാലത്ത് അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നില്ല. ആഗ്രഹിച്ചിട്ടാണോ നിങ്ങൾ TTC വീണ്ടും എടുത്തത്? അധ്യാപകരാവണം, ടീച്ചറാവണം, ആചാര്യനാവണം എന്ന് ആഗ്രഹിച്ചിട്ട് സ്കൂളിൽ എത്തിപ്പെട്ട ആളെ ഒന്ന് കൈവെക്കൂ. 2-3 ആൾക്കാർ ആഗ്രഹിച്ചിട്ട് വന്നാൽ ഒരു കെട്ടകഥയാവും കേട്ടോ. കേട്ടവരുണ്ടെങ്കിൽ മുണ്ടാണ്ടിരുന്ന എൻ്റെ വരെ പോയിപ്പോ ഈ അല്ലേ ഒരു കാഴ്ചബംഗ്ലാവില് ഒരു കരടി ഒരു കൂട്ട് കണ്ടുണ്ടാവുമല്ലോ. തൊട്ടപ്പുറത്തെ കൂട്ടിൽ സിംഹമാണ്, അതിനിപ്പുറത്ത് നരി, അതൊക്കെ ഉണ്ട്. ഒരു ദിവസം ഇങ്ങനെ കരടി അവിടെ കളിക്കുന്നത്, സിംഹപ്പുറത്ത് കളിക്കുന്നു. അപ്പുറത്ത് കരിക്കുരങ്ങ് മറ്റു ചാടി, കരിക്കുരങ്ങ് ചാടിയപ്പോൾ ചാടി നിന്നുപോയി എവിടേക്ക്? കരടിയുടെ കൂട്ടിലേക്ക്. അല്ലേ? കേട്ടില്ല? കേട്ടില്ല? കേട്ടാലും കേട്ടില്ലാതെ പറയാവൂ, ഇല്ലെങ്കിൽ അത് കരടി ചാടി നിന്ന് കരിക്കുരങ്ങനെ പിടിച്ചപ്പോ കരിക്കുരങ്ങ അയ്യോന്ന് കരടി അത് മുണ്ടലൊക്കെ ഞാനും എന്നെ മലയാളം വെച്ചാല് അവിടെ പലതും ചത്തുപോയിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് സർക്കാരൊന്നും അറിയാതെ അദ്ദേഹത്തിന് കുപ്പായ ഡീസ് നിർത്തിയതാണ്. ഇന്റർവ്യൂവിൽ അത്തരം ചങ്ങായിമാരെയാണ് കൊണ്ടുവരിക. കരടീനെ പോലുള്ള കരടീൻ്റെ കോലിനകത്തിലേക്ക് വരയണമായിട്ടുള്ള അതിൻ്റെ അകത്തിലേക്കും. അപ്പൊ അങ്ങനെ വന്ന് വിട്ടുപോയവരാണോ നിങ്ങൾ? ഒന്നും മനസ്സിലായിട്ടില്ല അല്ലേ? ഉദ്ദേശിച്ച കുപ്പായ അല്ലാണ്ട് ഏതോ കുപ്പായ. 4 പേരുടെ കൈവക്കിലും ആഗ്രഹിച്ച അധ്യാപകനാവാൻ വന്നവര് 4 പേരാണ് ഇവിടെ. പുറത്തു പറയരുത് രണ്ടിക്കോട്ട. എന്താ നമുക്ക് സാധിക്കുക? എനിക്ക് പല ജോലികളും വിളിച്ചു തന്നിരുന്ന ജോലി ഞാൻ പറഞ്ഞു കൊണ്ടാണ്. എനിക്ക് ഇഷ്ടമുള്ള മേഖല എന്തെങ്കിലും കുട്ടികളോടോ അല്ലെങ്കിൽ നാട്ടുകാരോടോ ഓടായി പറഞ്ഞ് നടക്കുക, ക്ലാസ് എടുക്കാന്നാണ് പറയാം. അതുപോലെ എന്തെങ്കിലുമൊക്കെ പാട്ട് പാടുക, എവിടെയെങ്കിലും പ്രഭാഷണം നടത്തുക, ഒന്നും വേണ്ട. നമുക്ക് തൃപ്തിയുണ്ടോ? ലക്ഷ്യം നമ്മൾ ചിന്തിക്കുമ്പോൾ അതും കൂടെ നമുക്ക് ചെയ്യാം. ഞാൻ ചോദിച്ചു, നിങ്ങളുടെ ജീവിതത്തിൽ കരിയർ ഗോൾ ഉണ്ടായിരുന്നു? ആരാവൻ ആഗ്രഹിച്ചതാണ്? എനിക്ക് ഒന്നുമില്ല. ഞാൻ വെറുതെ ചോദിക്കുന്നല്ല. PGക്ക് പഠിക്കുന്ന കുട്ടികളോട് ചോദിച്ചു, ഖസാക്കിന്റെ ഇതിഹാസം എന്ന് പറഞ്ഞ നോവൽ എടുക്കുക ഒരു കാലത്ത്. അപ്പൊ അതിന്റെ രവിയെ കുറിച്ച് പറഞ്ഞു വന്നിട്ട് ഞാൻ ചോദിച്ചു, നമുക്ക് ജീവിതത്തിൽ ഒരു ലക്ഷ്യം വേണ്ട, എന്താ ജീവിത ലക്ഷ്യം എന്ന് വെച്ചത്? ഒരു ലക്ഷ്യമില്ല. നിങ്ങൾ MDMA-ക്കെതിരെയോ മദ്യത്തിനെതിരെയോ മയക്കുമരുന്നിനെതിരെയോ എന്ത് ചെയ്തിട്ട് കാര്യമില്ല. ആദ്യം ബോധ്യപ്പെടുത്തേണ്ടത് നീ എന്താണ്, നീ എന്തിനാണ്, നീ ആരാണ്, നീ എങ്ങോട്ടാണ്. അതാണ് അവരെ എന്ന് പറയുന്നത് വിദ്യാഭാരതിയെ കുറിച്ച്. പലപ്പോഴും നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് ലക്ഷ്യമില്ല. പഠിക്കുന്നു, A+B² പഠിച്ചാലേ ഇപ്പോൾ നമ്മളെ പലതും പഠിപ്പിക്കുന്നു, പക്ഷെ ഇതെന്തിനും പഠിക്കുന്നു എന്നുള്ളത് അറിയാത്ത അവസ്ഥ. നമ്മുടെ ഗിരീഷ് പുത്തഞ്ചേരി ഒരിക്കലും ഇന്റർവ്യൂവിൽ വെച്ച് പറഞ്ഞിരുന്നു,
മാത്സിന് പ്രത്യേകിച്ച് എന്നെ പോലെയൊക്കെയുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ മാത്സിന് വളരെ പോരാണ്. നിങ്ങളൊക്കെ നല്ല ആൾക്കാരാണ്. അപ്പോ ലാസാബ് കാണാൻ ബാക്കിയാണ് ടീച്ചർ. ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. ലഘുതമ സാധാരണ ഗുണിതം അല്ലേ ചമലാക്കില് ലാസാബ് കാണാൻ ബാക്കിയ ടീച്ചർ എന്നോട് കുമ്പള ക്ലാസ്സിലൊക്കെ ഇതുവരെ ഞാൻ പഠിച്ചിട്ടില്ല. ഇതാണ് പോസ്റ്റ് മോഡേൺ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്, പാശ്ചാത്യ വിദ്യാഭ്യാസം. പക്ഷേ കുട്ടിക്കാലം മുതൽ അവനിലൊരു ബോധ്യം ഉണ്ടാക്കുക, നീ മൃഗമല്ല, പക്ഷിയല്ല, ഓന്തല്ല, അരണിയല്ല, പാമ്പല്ല, പൂച്ചയല്ല. അവന് തിരിച്ചറിയില്ല ഞാൻ മറ്റേ. ആ തിരിച്ചറിവിലേക്ക് പോകണമെങ്കിൽ നമ്മുടെ പൈതൃകം, നമ്മുടെ സംസ്കാരം, നമ്മുടെ ദേശീയത, അറ്റ്ലീസ്റ്റ് നമ്മുടെ അച്ഛൻ ആരാണ് അല്ലേ? 3ാം ക്ലാസ് പഠിക്കുന്ന രാവിലെ ഓടി വന്നിട്ട് എന്നെ ഇവിടെ കെട്ടിച്ച് കൊള്ളുണ്ട് ആരെ നടക്കുന്നു. ഇവിടെ അത് അച്ഛനാ, മുമ്പേ ഞാൻ കാണില്ലേ. പാവത്തെ നാഷണൽ പെർമിറ്റ് ലോറിയിലേക്ക് ഡ്രൈവറാണ്, എപ്പോഴെങ്കിലും വീട്ടിൽ വരുന്നുണ്ട്. സത്യം ചെയ്യാൻ പറ്റുമോ? പക്ഷെ മക്കളായിട്ട് യാതൊരു ബന്ധം. ഇപ്പൊ സ്വന്തം അച്ഛൻ ആരാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു ലോകത്തിന് വെളിച്ചം കാണിച്ചു കൊടുക്കാൻ പറ്റുമോ? പെണ്ണ് കാണാൻ പോയി ചടായി അടുത്ത് വീട്ടിലൊക്കെ വീടൊക്കെയാണ്, കുറെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടില്ലേ, പല ഫോട്ടോസ് ഒക്കെ നോക്കില്ല. ചില വീടുകളിലൊക്കെ പണ്ടൊക്കെ ഉണ്ടായി, ഇപ്പൊ ഉണ്ടോന്ന് അറിയില്ല. തറവാടുകൾ അവിടുന്ന് ഇല്ല. ഇവരോട് കഥയെല്ലാം പറഞ്ഞു. അധികം പഴയതുമല്ല, അധികം പുതിയതുമല്ലാത്തൊരു പരിപാടി. പുതിയ പരിപാടി പെണ്ണ് കാണാൻ പോക്കില്ല അല്ലേ? ഈ വിളിക്കുന്നത് കഴിഞ്ഞ് വേറെ തോന്നുന്നുണ്ടോ അറിയാമെങ്കിലും എന്താ പേര്? ആ റിലേഷൻഷിപ്പ്. അതെന്ന് വെച്ചാൽ വെറൊരു കണക്ഷൻ മാത്രം. എപ്പോൾ വേണമെങ്കിൽ പീസ് അടിക്കുക, എപ്പോൾ വേണമെങ്കിൽ കത്തും, എപ്പോൾ വേണമെങ്കിൽ ഓഫ് ആവില്ലേ, ഗഡി ഓഫ് ആവും, ഗഡി ഓഫ് ആവും, വേണ്ടപ്പോൾ ഗഡു, വേണ്ടാത്തപ്പോൾ ഓഫ് ആവും. ഇത്രയേ ഉള്ളൂ. ആ ഗഡു ഓഫ് ആവുക, വേണ്ടപ്പോൾ ഗഡു, വേണ്ടാത്തപ്പോൾ ഓഫ് ആവും. രണ്ടു തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. കിണത് ഓഫ് ആവുന്നുണ്ട്. ഓഫ് ആവുന്ന സ്വിച്ചിന്റെ കൊണ്ടാണ്. ഗഡു എന്ന് പറഞ്ഞാൽ കാറ്റടിച്ചാൽ കിട്ടുന്നതാണ്. അതറിയില്ല. വിളക്ക് മണ്ണെണ്ണ വിളക്കും പഴയ തിരിച്ചു വിളക്കും ഇവിടെ നിലവിളക്കൊക്കെ അല്ലേ? അത് ആ നിലവിളക്ക് ഓഫായി പോയി ആരും പറയോ? ഞാൻ അമ്മയെ നിലവിളക്ക് ഓഫായി പോയിരിക്കുന്നു, ബൾബ് ഓഫായി പറഞ്ഞു. ഇപ്പൊ കെടി ഓഫാകുന്നതിനുള്ള വ്യത്യാസത്തിലേ ഉള്ളൂ. വിളിച്ചാൽ രണ്ടും ഒന്നാണല്ലേ? ഇല്ല, ആനേന്റെ പുണ്ടി എന്ന് പറയും, മനുഷ്യന്മാരുടെ വേറെ പറയും, കോഴിയുടെ വേറെ പറയും, പട്ടീന്റെ വേറെ പറയും, പൂച്ചയുടെ വേറെ പറയും. ഞാൻ മരിച്ചാൽ പറയും നാട് കഴിഞ്ഞത്, ഇവിടെ ചത്താപ്പണിക്ക് അർത്ഥം പറയും. പല വാക്കുകളൊക്കെ ശ്രദ്ധിച്ചു പറഞ്ഞു കേട്ടോ. ഇല്ലെങ്കിൽ പിന്നെ അവർക്ക് പറ്റിയിട്ട് നാവ് പിന്നെ പറഞ്ഞു ഏതാണ് തിരിഞ്ഞ രാഷ്ട്രീയക്കാർ പറഞ്ഞ പോലെ പറയരുത് അല്ലേ? ഇവര് ചെറിയ നാവ് ചോദിക്കുന്നതാണ്. ആ നാവ് പിഴ വന്നതാണ്. കാരണം എന്താ വെച്ചാൽ ഭാഷയെ കുറിച്ച് കാരണമില്ല, നാവ് പഠിച്ചു പോകുന്നത്. അതുകൊണ്ട് കൃത്യമായിട്ടില്ലേ. അപ്പൊ പറഞ്ഞു വന്നെന്താ വെച്ചാല് ലക്ഷ്യം. അപ്പൊ ലൈഫ് ഗോൾ എന്താ? കരിയർ ഗോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജോലി. നമ്മൾ അധികം ചിന്തിക്കണമെന്നില്ല. എന്തായാലും ലൈഫ് ഗോളോ എപ്പോഴെങ്കിലും ചിന്തിച്ചോളൂ. എന്ത് ജോലി ആയാലും കൂടിപ്പോയില്ലേ? മുന്നിൽ വന്നിട്ട് കൂടിപ്പോയില്ലേ? ഇവിടുന്നാണല്ലോ ഞാൻ കളിക്കുന്നില്ല. ഞാൻ അങ്ങോട്ട് പിന്നെ എന്ത് ജോലി ആയാലും ശരി, ജീവിതത്തിൽ ഒരു ലക്ഷ്യമുണ്ടോ? എന്താ പേര്? രമ്യ ചേച്ചിക്ക് ജീവിതത്തിൽ ഒരു ലക്ഷ്യമുണ്ടോ? ഞാൻ ഇപ്പൊ കളക്ടറായാലും വേണ്ടിയില്ല, അടിച്ചുവാരുന്ന ജോലിയായാലും വേണ്ടിയില്ല, അധ്യാപികയായാലും വേണ്ടിയില്ല, എന്ത് ജോലിയായാലും ജീവിതത്തിൽ ഒരു ലക്ഷ്യമുണ്ടോ? ഇനിയോ ആവണം. എന്താണോ ഇതുവരെ ആലോചിച്ചിട്ടില്ല എന്ന് ഞാൻ പറയാൻ വരികയാണ്. അപ്പോൾ ചേച്ചി പറയുന്നത് ആലോചിച്ചിട്ടില്ല. ഇതുവരെ ഞാൻ പറഞ്ഞു, ചേച്ചി പറഞ്ഞു ആലോചിച്ചു. നമ്മൾ ആരെങ്കിലും ആലോചിച്ചു ജീവിതത്തിൻ്റെ ഒരു ലക്ഷ്യത്തിനെ കുറിച്ച്? അത് ഞാൻ പറഞ്ഞു. എന്തൊക്കെ വിശേഷം വെച്ചാൽ അതാണ് വിശേഷം. പിന്നെ വീട്ടുകാരുടെ ഓർക്ക് കൊളസ്ട്രോളും കൂടുതൽ. ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങളും ലക്ഷ്യങ്ങളൊക്കെ. ആലോചിച്ചു എപ്പോഴെങ്കിലും ആലോചിച്ചോ ജീവിത ലക്ഷ്യത്തിനെ കുറിച്ച്? ആലോചിച്ചോ? മനസ്സമാധാനത്തോടെ ഒരിക്കലും നടക്കാത്ത കാര്യം. നിങ്ങളതല്ല പറയുന്നത്. മനുഷ്യനായിട്ട് പിറക്കുന്നത് മനസ്സമാധാനം ഇല്ലാതിരിക്കാൻ. നിങ്ങൾ നോക്ക്, പട്ടി കിടന്നുണ്ട് എന്തൊരു മനസ്സമാധാനത്തോടെ. പൂച്ച ചിലപ്പോൾ കാണാം നമ്മൾ നല്ലോണം മീൻ വെച്ചൊക്കെ തിന്നാനൊക്കെ കൊടുത്തുകഴിഞ്ഞാൽ പിന്നെ പൂച്ച
നമ്മൾ കല്യാണ്ടാക്കണം മനുഷ്യന് നമ്മൾ മാത്രമേ അതിന് ജന്മം കൊടുക്കൂ. മനസ്സമാധാനം ഇല്ലാത്ത ഒരു ജീവിയാണ് സത്യത്തിൽ ആര്? മനുഷ്യൻ. എന്തായാലും കാരണം അൺലിമിറ്റഡ് വാൺസ്. ഇതുകൊണ്ട് മാത്രമാണോ കഴിഞ്ഞ ജന്മത്തിൽ വേണ്ടാത്ത കാര്യങ്ങളില്ല. വിദ്യാലയത്തിന്റെ സ്കൂളിൽ പഠിപ്പിക്കാൻ ഈ ജന്മത്തിൽ വന്നത് നന്നായി. നല്ല കാര്യം എന്തെങ്കിലും നാട്ടുകാർക്ക് പറഞ്ഞിട്ട് കുട്ടിക്ക് അങ്ങനെയല്ലേ? അല്ലെങ്കിൽ കുട്ടികളെ 10 കൊല്ലം കഴിഞ്ഞിട്ട് ഒരു ബസ് കാലത്ത് നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ ആ മലയാളം പഠിപ്പിച്ച സാധനങ്ങളെ പോവാ അറിയോ? എന്നെ പറയേണ്ടി വരുമോ? കായ്ക്ക എന്നാണ് പഠിപ്പിച്ചിരുന്നോ? അങ്ങനെ പഠിപ്പിക്കുന്നില്ല. കായ്ക്ക ചായ ചായ പായ്ക്ക പായ്ക്കോ അങ്ങനെ പാട്ടുണ്ടാക്കിയില്ലേ? നമ്മളെ ഓർക്കണമെങ്കിൽ സംതിങ് സ്പെഷ്യൽ പോസിറ്റീവ് നമ്മൾ സമൂഹത്തിന് കൊടുക്കണം. അങ്ങനെ കൊടുക്കുന്നവർക്ക് മനസ്സമാധാനമുണ്ട്. ഒരു റോഡ് നിങ്ങൾ നടന്നു പോവുകയാണെങ്കിൽ, ഇപ്പം നടന്നു പോവുക, ഒരു അന്ധൻ റോഡ് മുറിച്ച് കിടക്കാൻ അപ്പുറത്തേക്ക് പോകുമ്പോൾ നിങ്ങൾ അയാളെ കൂട്ടി അക്കരെ എത്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് തോന്നും? സ്വസ്ഥത തോന്നും. മനസ്സിലെത്തി എന്തൊരു നല്ലത് ചെയ്യുമ്പോൾ അറിയാതെ തോന്നില്ലേ? വേറൊരാളത് കണ്ടിട്ട് എന്ന് ചിരിച്ച ഒരു പരിചയമില്ലാത്ത നമ്മളോട് ചിരിച്ചാൽ കുറച്ചുകൂടി സന്തോഷമാണ്. ഈ പോട്ടെ വീട്ടിൽ തന്നെ വന്നിട്ട് ഒരു ഞങ്ങൾ അതിനൊക്കെ പരിചയമൊന്നുമില്ല, അല്ലെങ്കിൽ അടുത്ത വീട്ടിലുള്ളവനായിരിക്കും കള്ളു കുടിച്ച് വന്നിട്ട് ലോകം 88 തെളിയും 2018 അല്ല 28 ചീത്ത ഒളിച്ചു പറയാം. ഓനെ 2 കല്ലെടുത്ത പറഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഒരാൾ പറയാം നീ കല്ലെടുത്ത് എറിഞ്ഞില്ലേ മറ്റേ കണ്ണുകൂട്ടി പോയിരിക്കുന്നു പറഞ്ഞാൽ നിങ്ങൾക്ക് സന്തോഷമാണോ? ഏതാ നല്ലത്? ചീത്ത പറഞ്ഞാൽ നിങ്ങൾ കല്ലെടുത്ത് എറിഞ്ഞേ അല്ലേ? നിങ്ങൾക്കൊരു സഹായവും ഒരു ഗുണം ചെയ്യാത്തവരെ നിങ്ങൾ കൈപിടിച്ചാക്കാൻ തോന്നും. ഇപ്പൊ എവിടെയാണ് നിങ്ങൾക്ക് സമാധാനം കിട്ടുന്നത്? നല്ലത് ചെയ്യുമ്പോൾ മാത്രമേ സമാധാനം കിട്ടൂ. നിങ്ങൾ ഏതെങ്കിലും വീട്ടിൽ പോയിട്ട് അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയിട്ട് എന്തെങ്കിലും സാധനം കട്ടെടുത്തു വിചാരിച്ചു, ആ നിമിഷം മുതൽ നിങ്ങൾക്ക് ടെൻഷൻ തുടങ്ങും. അങ്ങനെ മനസ്സിലായിരുന്നു ഞാൻ പറയില്ല, ഞാൻ കാണാനാണ് മനസ്സിലാവില്ല. എന്തോ അറിഞ്ഞൂടാന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ടെൻഷൻ പറഞ്ഞപ്പോൾ കൂടും. അറിയാം ഉറപ്പല്ലേ? നമ്മൾ കളവ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നേരെ നോക്കാൻ പറ്റുമോ? വേണ്ടാത്ത ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെയാണ്? അപ്പൊ സത്യത്തിൽ മനുഷ്യ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് കൂടുതൽ വിഷയം പറയും. പക്ഷെ ലൈഫ് ഗോളിൽ നമ്മുടെ ഗോളിൽ നിങ്ങളോട് ഒരു പാട്ട് പാടി. എന്താ പാടിയത്? എൻ്റെ കയറി വരുന്ന സമയത്ത് ഒരു പാട്ട് പാടി. രണ്ടാമത് അരി നമുക്ക് അതല്ല വേറെ പാട്ട് കാര്യമ പോലെ ആടെ ഞാൻ 4 വരി പാടിത്തരാം. അത് പാടണം. എൻ്റെ അടുത്ത് മൈക്കൂന്ന് പറഞ്ഞു പാടുവോ? കേട്ടിട്ടുണ്ടാവും. പറഞ്ഞാലും ഞാൻ പറയും, നിങ്ങൾ പാടാം. ഞാൻ പറയുള്ളൂ. യേശുദാസിനെ വെല്ലുവിളിച്ചാൽ ഞാൻ പാടും പോലെ പാടാൻ പറ്റും. അതൊന്നും നടക്കില്ല. ഞാൻ അങ്ങനെ പാടും, യേശുദാസ് അങ്ങനെ പാടും. ഇത്ര വ്യത്യാസം. നമുക്കൊരു വിഷമം. ഞാൻ പാടുന്ന പോലെ ഞാൻ പാടും. ഉദാത്തമായൊരു ലക്ഷ്യം വേണം നമുക്ക് മുന്നേറാൻ. പറയും കേട്ടില്ലേ? ഉദാത്തമായൊരു ലക്ഷ്യം വേണം നമുക്ക് മുന്നേറാൻ. പാടും. മഹത്വമാർന്നൊരു മാതൃക വേണം നമുക്ക് പിന്തുടരാൻ. മുളയ്ക്കുമപ്പോൾ അഗ്നിച്ചിറകുകൾ അതീവ ശക്തങ്ങൾ. വിദൂര തേജോ ലോകങ്ങളിലും പറന്നു ചെന്നിടാൻ. ഇതിന്റെ അർത്ഥം മനസ്സിലാക്കുക. ബാക്കിയുള്ള വരികൾ ചിന്തിച്ചു. ഉദാത്തമായ ഒരു ലക്ഷ്യം വേണം നമുക്ക്. ഏതെങ്കിലും സ്കൂളിൽ പഠിച്ചതുകൊണ്ട് ഇതുണ്ടാവണം എന്ന് ഇല്ല. തോമസ് അൽവാ എഡിസൺ ബൾബ് കണ്ടുപിടിച്ച് സ്കൂളിൽ പോയി പഠിച്ചില്ല ആണോ?
അവൻ സ്കൂളിൽ പോകാതെ ഇരുന്നത് കൊണ്ടാണ്. നിങ്ങളൊക്കെ സ്കൂളിൽ പോയി ഡിഗ്രി എടുത്തു, PG എടുത്തു, TTC എടുത്തു, BEd എടുത്തു. അതുകൊണ്ട് നിങ്ങളൊന്നും അല്ലാണ്ട് നിങ്ങൾ സ്കൂളിൽ പോകാതെ വീട്ടിലിരിക്കുകയായിട്ട് നിങ്ങൾ പലതും കണ്ടുപിടിക്കുമായിരുന്നു. എന്ത് പറ്റിപ്പോയതാണ് വല്ലാണ്ട് സ്കൂളിൽ പോയി. ആലോചിച്ചു. എൻ്റെ കൂടെ പഠിച്ചിട്ട് 9ാം ക്ലാസ്സിൽ തോറ്റാൻ നിന്നാളെ എന്നോട് ചോദിച്ചു, ഞാനിവിടെ പഞ്ചായത്തിന്റെ പ്രസിഡന്റ്, നീ എന്തായി എന്നോട്. ഓൻ 9 പഠിച്ചത് ആളെ പറഞ്ഞു. ഓരോ 10-22 ഏക്കർ സ്ഥലമുണ്ട്, വണ്ടിയിൽ JCB, ലോറിയുണ്ട്, ജില്ലോറിയുണ്ട്, ജീപ്പുണ്ട്, കാറുണ്ട്, 2 കോടിയുടെ വീടുമുണ്ട്, 2 ഔട്ട് ഹൗസും. ഇതിലൂടെ കയറി അപ്പുറത്തൂടെ ഇറങ്ങി വരാനുള്ള റോഡൊക്കെ ഉണ്ടാക്കി. അത് പറഞ്ഞ അപ്പൊ എവിടെയാണ് നമ്മൾ നിൽക്കുന്നത്? നിങ്ങൾക്ക് സമ്പത്ത് വേണോ? നിങ്ങൾക്ക് സുഖം വേണോ? മനസ്സമാധാനം വേണോ? സ്വസ്ഥത വേണോ? വിചാരിച്ച സമയത്ത് ഉറങ്ങാൻ പറ്റുന്നുണ്ടോ? ഉണ്ടോ? എങ്ങനെയാ ഉണരല് രാവിലെ ചേച്ചി? അങ്ങോട്ട് കൊടുക്കണ്ട, ഓരോ സ്വന്തം ഉണരുകയാണോ? കെട്ടിയ വിളിച്ചിട്ടാണോ? മക്കളെ വിളിച്ചിട്ടാണോ? സ്വന്തം അലാറം വെക്കുവോ? എവിടെ പറയുന്നത് അലാറം വെക്കുവോ? അലാറം വെച്ചിട്ടാ? അലാറം വെക്കാതെ ഉണരുന്ന അത്ര വേണ്ടിയാണ്. അടുത്ത പറയട്ടെ, നമ്മുടെ ദേശീയാനം കഴിഞ്ഞ സമ്മതിക്കുന്നു, പ്രാർത്ഥന അലാറം വെക്കാതെ ഉണരുന്ന ആൾക്കാരാണ്. നമുക്കൊരു ക്യാമ്പ് നടത്തുന്നു. അല്ലോ, നിങ്ങളുടെ ബുദ്ധിയുള്ളവരാണ്. ബുദ്ധിയുള്ളത് ഞാൻ വിചാരിച്ചു എനിക്ക് ബുദ്ധിയുള്ളൂ. സമയം കുറിച്ച് അടുത്ത വേറൊരു തരത്തിൽ ക്ലാസ് എടുക്കുമ്പോൾ ഞാനത് 8 മണിക്കും 10 മണിക്കും ഉണരുക. സത്യമല്ലേ? എൻ്റെ കയ്യിൽ 2 സാധനമുണ്ട്. ഒന്ന് സൈക്കോതെറാപ്പി, പിന്നെ ന്യൂറോ ലിംഗ്വിസ്റ്റിക്സ് പ്രോഗ്രാം, NLP എന്ന് പറഞ്ഞ സാധനം. അത് ഇങ്ങനെ കളിക്കുമ്പോൾ കടത്തിൽ പറഞ്ഞ ആരാന്ന് നോക്കിയല്ലോ, പേടിയുണ്ട്. പിന്നെ നമ്മുടെ ലക്ഷ്യബോധം, നമ്മുടെ ലക്ഷ്യത്തെ കുറിച്ച്, വിദ്യാഭാരതിയുടെ വിദ്യാനികേതന്റെ ലക്ഷ്യത്തിനെ കുറിച്ച് എവിടെയെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ടോ? ഉദാത്തമായൊരു ലക്ഷ്യം വേണം നമുക്ക് മുന്നേറാൻ, മഹത്വമാർന്നൊരു മാതൃക വേണം നമുക്ക് പിന്തുടരാൻ. മുളയ്ക്കും അപ്പോൾ അഗ്നി ചിറകുകൾ, അതീവ ശക്തങ്ങൾ, വിദൂര ലോകങ്ങളിൽ പറന്നു ചെല്ലുക. എവിടെയെങ്കിലും വായിച്ചോ നമ്മുടെ ലക്ഷ്യം, അവർ എയിം? വായിച്ചോ? എവിടെയെങ്കിലും കണ്ടോ? അത് പൂർണ്ണമായിട്ട് നമ്മുടെ അല്ലേ മൈ ബുക്ക്, ഡയറി, ഹാൻഡ് ബുക്ക്, അതിനകത്ത് വായിച്ചവര് ഒന്ന് കൈ ബുക്ക് പൂർണ്ണമായിട്ട് ഞാൻ വായിച്ചു. സത്യം പറയാം, അവിടെയാണ് നമ്മൾ നിൽക്കുന്നത്. എത്ര കൊല്ലമായി, ഒരു 5 കൊല്ലത്തിലധികമായി നമ്മുടെ വിദ്യാലയത്തിൽ ഉണ്ട് എന്നുള്ളൊരു കൈബുക്ക് നിങ്ങളുണ്ട്. 10 കൊല്ലത്തിന് മുകളിലായി എന്നുള്ളൊരു കൈബുക്ക്. ഇനിയിപ്പോ വയസ്സൊക്കെയാണ്. അല്ല, ഞാൻ പറഞ്ഞത് 5 കൊല്ലവും 10 കൊല്ലമായിട്ട് നമ്മുടെ ഡയറി പൂർണ്ണമായിട്ട് നമ്മൾ വായിച്ച് മനസ്സിലാക്കിയിട്ടില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളതിൻ്റെ ഉത്തരവ്. ഞാൻ എന്താ പറയാന്നറിയില്ല, മനസ്സിലാക്കിയില്ല. മനസ്സിലാക്കിയിട്ടില്ലേ? എന്നേക്കാൾ എന്തായാലും പൈസ കൊടുക്കും. സത്യമാണോ? അത് ഞാൻ പറഞ്ഞേത്രയുള്ളൂ. എല്ലാം അതേതാണ്. ഇത് മാറ്റാനാണ് ഇന്നിപ്പോൾ നമ്മളിങ്ങനെ പോകുന്നത്. അവരുടെ ഡയറി ഉണ്ടെങ്കിൽ മറിച്ചു നോക്കുള്ളൂ. എന്താ പറഞ്ഞിരിക്കുന്നത്? അല്ലാതെ പച്ച മലയാളത്തിൽ ഞാൻ പറയാം, ഞാൻ കുറിച്ചുള്ളൂ. ഒന്ന്, ദേശീയത. എന്തായിരുന്നു ദേശീയത? ദേശീയതയും പാരമ്പര്യനിഷ്ഠയും സർവാംഗീണ വികാസത്തിലേക്ക് പോകാൻ ഇന്നത്തെ വെല്ലുവിളികളോടെ
ഒക്കെ നേരിടാനും കരുത്തുള്ള, എല്ലാവരോടും മതവും ജാതിയും വർഗവും രാഷ്ട്രീയവും ഒരു തേങ്ങാപ്പെടാനും നോക്കാതെ ഇടപെടാനും ജീവിക്കാനും കഴിയുന്നവരെ വളർത്തിയെടുക്കണം. നമ്മുടെ ലക്ഷ്യമാണ്. ചില ആളുകൾ പറയുന്നില്ലേ വർഗീയവാദികളുടെ സ്കൂളാണ്. നമുക്ക് വർഗമില്ല, നമുക്ക് ജാതിയില്ല, നമുക്ക് മതമില്ല, നമുക്ക് രാഷ്ട്രീയമില്ല. നമുക്ക് മതമില്ല എന്ന് പറഞ്ഞ ആളാരാണ്? നമുക്ക് മതമില്ല എന്ന് പറഞ്ഞ ആളാരാണ്? എന്താ അയാൾ പറഞ്ഞത്? അങ്ങനെ അയാൾ ഭാരതീയനായതുകൊണ്ട് പറഞ്ഞാണ്. നിർബന്ധമുണ്ടോ നിങ്ങൾക്ക് ക്ഷേത്രത്തിൽ പോകണമെന്ന്? നിങ്ങൾ ക്ഷേത്രത്തിൽ പോയില്ലേ ഞങ്ങളെ ചവിട്ടി പുറത്താക്കുമോ? നിങ്ങൾ കുറിയോട്ടിലെ ചവിട്ടി പുറത്താക്കുമോ? നിങ്ങൾ പ്രാർത്ഥിച്ചില്ലേ നിങ്ങൾക്ക് എന്താ നരകം കിട്ടുമോ? ഒന്നുമില്ല, നരകവും സ്വർഗവും ഇല്ല. അപ്പൊ നമ്മൾ നന്മകളെ മാത്രം സംശീകരിക്കുന്ന ഒരു സംസ്കൃതിയുടെ പൈതൃകത്തിന്റെ വക്താക്കളാണ്. അത് കുട്ടികളെ ബോധ്യപ്പെടുത്തണം. കുട്ടികളെ ബോധ്യപ്പെടുത്തണമെങ്കിൽ കൊട്ടക്കോരി എന്ന് പറഞ്ഞാൽ എന്താ അറിയാം നിങ്ങൾക്ക്? കൊട്ടക്കോരി എന്ന് പറഞ്ഞ അല്ലേ? ബക്കറ്റിന്റെ പച്ച മലയാളമാണ് എന്ത്? കൊട്ടക്കോരി അല്ലേ? തൊട്ടി എന്നൊക്കെ പറയുന്നത്. തൊട്ടി, കൊട്ടക്കോരി ഓരോ സ്ഥലങ്ങളുടെയും. കോഴിക്കോട് ജില്ലയിലെ ഞാൻ കൊട്ടക്കോരി എന്നാ പറയുന്നത്. ഇപ്പൊ പറയാറില്ല അല്ലേ? പണ്ടൊക്കെ അങ്ങനെയും പറയും. പണ്ടങ്ങനെയല്ലേ? പുറത്തു പോവുക, പറക്ക് പോവുക, വെളിയിൽ പോവുക, കണ്ടത്ത് പോവുക എന്നൊക്കെയല്ലേ പറയാം. ഇപ്പൊ ആക്ക് പോകുന്നില്ല. അത് കടന്നു പോകാൻ പറയാം. അപ്പൊ കാലത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും അല്ലേ? ഭാഷയൊക്കെ എങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്? ഭാഷ അപ്പോ കിണറിലുണ്ടെങ്കിലേ കൊട്ടക്കോരിയിൽ കിട്ടുമെന്നൊരു ചൊല്ലുണ്ട് മലയാളത്തിൽ, കേട്ടിട്ടുണ്ടോ? കിണറ്റിലുണ്ടെങ്കിലേ കൊട്ടക്കോരി കിട്ടും എന്ന് പറഞ്ഞാൽ എന്താ? വെള്ളമുണ്ടെങ്കിൽ നമ്മൾ പാളക്കയറും പറയാറുണ്ട് അല്ലേ? പാള കുത്തിയിട്ട് പാളകയറും പറയാറില്ലേ? പാള വിട്ടാൽ കിണറിൽ വെള്ളം ഉണ്ടെങ്കിൽ മാത്രമേ പാളയിലേക്ക് കിട്ടൂ. ആരാ പാള? ആരാ കിണർ? ആണ് കിണർ നിങ്ങളാണോ? പാള കൊട്ടക്കൊല്ലിയാരേക്കും കുട്ടികൾ കൊട്ടക്കറ്റിലേക്കും പാളയിലേക്ക് ഒട്ടിച്ചോ? കൊട്ടക്കറ്റിലേക്കും പാളയിലേക്ക് ഒട്ടിച്ചോ? നമ്മൾ കിണറാകുമ്പോൾ നമുക്ക് തന്നെ അറിഞ്ഞൂടാ നമ്മളെ ആഴം എന്താണ് എന്ന്, നമ്മുടെ പരപ്പ് എന്താണ് എന്ന്, നമ്മുടെ വെള്ളത്തിന്റെ രുചി എന്താണ് എന്ന്. ഇപ്പൊ നമുക്ക് ഡയറക്റ്റും അങ്ങനെ തന്നെയാണ്. ഭൗതിക തലത്തിൽ കിണറിനെ അറിയാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? കിണറ്റിൽ വെള്ളം പോയി കുളിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? നിങ്ങളിൽ ആരെങ്കിലും ഒരാളുണ്ട് അല്ലേ? നൂറ്റാണ്ടിൽ പുറത്തേക്ക് പറഞ്ഞത്. ഇപ്പൊ കുട്ടികളോട് ചോദിക്കേ എവിടുന്ന് നമുക്ക് കുടിക്കാൻ വെള്ളം കിട്ടുന്നത്, കുളിക്കാൻ വെള്ളം കിട്ടുന്ന ചോദ്യം പറയും ടാപ്പിൽ നിന്നാണെന്ന് പറയും, പൈപ്പിൽ നിന്നാണെന്നോ ടാങ്കിൽ നിന്നാണെന്ന് പറയും. കിണർ കണ്ട കുട്ടികളെ പോലും. നമുക്ക് കിണറിനെ അറിയോ? നമ്മൾ കിണറാണെങ്കിൽ നമുക്ക് നമ്മളെ അറിയോ? എത്ര ആൾക്ക് നിങ്ങളെ അറിയാം? ഗീത ഗീത എന്ന് പറഞ്ഞാൽ ആരാ? അങ്ങനെയൊക്കെ നമ്മൾ പറയുള്ളൂ. ഗീത എന്ന് പറഞ്ഞാൽ ഗീതയുടെ മുടിയാണോ, ഗീതയുടെ മൂക്കാണോ, ഗീതയുടെ കാലാണോ, വെല്ലാണോ, നലാണോ? ആരാ ഗീത? ആ വ്യക്തി എന്ന് പറഞ്ഞാൽ എന്താ സാധനം? ആശുക്കോ ഭ്രാന്ത്, ഞാളെ കൂടി കുറെ ക്ലാസ്സുകളിൽ നിങ്ങൾ ഇന്നാതെ എന്റെ കൂടെ നിങ്ങളും ഞാൻ അറിഞ്ഞു. ഗീത എന്ന് പറഞ്ഞ ആരാണ്? ആർക്കാ പേരിട്ടിരിക്കുന്നത്? നിങ്ങളുടെ ശരീരത്തിനാണോ? അത് കുറച്ച് ഉത്തരണ്ടോ? മൊത്തത്തിൽ ടോട്ടലി ആർക്കാണ്? നിങ്ങളെന്നെ വെടിവെച്ചാണ് കൊല്ലുക. നമ്മുടെ ആത്മൻ എന്ന് പറഞ്ഞിട്ടില്ലേ? നമ്മുടെ ആത്മൻ നമ്മൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ആ ശരീരത്തിന് ഉൾപ്പെടെ കൊടുത്തിരിക്കുന്ന പേരാണ്. പക്ഷെ നമുക്ക് നമ്മളെ അറിയോ? നമ്മളെ വിഷമങ്ങൾ, നമ്മുടെ ദുഃഖങ്ങൾ, നമ്മുടെ പ്രശ്നങ്ങൾ
നമ്മുടെ കഴിവ്, നമ്മുടെ പോരായ്മകൾ നമുക്കറിയുമോ എന്നുള്ളിടത്താണ് നമുക്ക് മറ്റുള്ളവരെ ലീഡ് ചെയ്യാൻ പറ്റുക. നമുക്ക് നമ്മളെ അറിയില്ലെങ്കിൽ വേറൊരാളെയും ലീഡ് ചെയ്യാൻ പറ്റില്ല, നയിക്കാൻ പറ്റില്ല, ഒരുത്തരും ലക്ഷ്യത്തിലെത്തിക്കാൻ പറ്റില്ല. നമ്മുടെ ദേശീയത എന്താണ്? എന്താ നമ്മുടെ ദേശീയത? നമ്മുടെ ഔദ്യോഗികതയുള്ളതാണ് ദേശീയത, നാഷണാലിറ്റി. കുട്ടികളെ ദേശീയ ബോധമുള്ള, സംസ്കാര സമ്പന്നരായ, പൈതൃക തനിമയുള്ള, ആത്മവിശ്വാസമുള്ള, ജീവിതത്തിലെ വെല്ലുവിളികളെ നേരിടാൻ കരുത്തുള്ള, എല്ലാവരോടും സമഭാവനയോടെ ജീവിക്കാൻ, എവിടെയും ജീവിക്കാൻ കഴിവുള്ളവരായിട്ട് മാറ്റുക, സ്നേഹസമ്പന്നരായിട്ട്, ധാർമ്മിക ബുദ്ധിയുള്ളവരായിട്ട്, ആരോഗ്യവാന്മാരായിട്ട് വളർത്തുക. അതാണ് നമ്മുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്ക് അവർ എത്തിക്കണമെങ്കിൽ ദേശീയതയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. ഇവിടുന്ന് പറഞ്ഞാൽ തീരില്ല, എന്നെന്ന് പറഞ്ഞാൽ തീരില്ല. ഭാരതത്തിന്റെ ദേശീയത എന്താണ്? കൃത്യമായിട്ട് പറയാണ്, അരവിന്ദ് ഘോഷ് പറയാണ്, ഹിന്ദുത്വമാണ് നമ്മുടെ ദേശീയത. അരവിന്ദ് ഘോഷിനെ അറിയില്ലേ? നേരത്തെ രഞ്ജിത്തട്ടൻ കയറി വരുമ്പോൾ ഒരു കഥ പറഞ്ഞു, പെണ്ണ് കാണാൻ പോയ കഥ. സ്ഥലത്ത് പെണ്ണ് കാണാൻ പോയി, പെണ്ണിനെയൊക്കെ കണ്ട്, പഴയ കഥയല്ല, അധികം പഴയതല്ല എന്ന് പറഞ്ഞില്ലേ? ഞാൻ അടുത്ത ചാനലിൽ നിർത്തിയിരുന്നത് ഓർമ്മ വന്നോ? തോന്നില്ലേ? എൻ്റെ ബാക്കി ഞാനിപ്പോൾ പറയാം. അങ്ങനെ പോകാൻ സമയത്ത് ഇപ്പോൾ ഇവിടെ ചോദിച്ചു, ചേട്ടനെന്താ ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ ഹിസ്റ്ററി PG കഴിഞ്ഞപ്പോൾ MPhil ചെയ്തുകൊണ്ടിരിക്കുന്നത് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ഇവിടെ പറഞ്ഞാൽ ഞാനും ഹിസ്റ്ററിയാണ്, ഞാൻ ഡിഗ്രിയാണ് എന്നൊക്കെ പറഞ്ഞ് ശരി എന്നൊക്കെ പറഞ്ഞ് ഫോൺ നമ്പറൊക്കെ പഠിച്ചാൽ മൊബൈലുള്ള സമയമാണ്, അധികം വൈകാറില്ല, പഴയതില്ല. ഞാൻ വിളിക്കാനൊക്കെ പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ചുമരിൻ്റെ മുകളിൽ കുറേ ഫോട്ടോസ് ഉണ്ട്. അപ്പോൾ ഇവള് പറഞ്ഞിരുന്നു അച്ഛനെ കുറിച്ച് ചോദിച്ചപ്പോൾ അച്ഛൻ അവിടെ ഇല്ലാന്ന്, അച്ഛൻ വെളിയില്ലാന്ന് പറഞ്ഞു. എടുത്തില്ലേ? അവസാനം പോകുമ്പോൾ ചോദിച്ചാൽ ആ അച്ഛൻ മിലിറ്ററിയിലായിരുന്നു ചോദിച്ചു. ഇവളൊന്നും കൊണ്ടില്ല. വീട്ടിലെത്തിയിട്ട് വിളിച്ചു, ഇതെന്താ വിശേഷം എന്നൊക്കെ ചോദിച്ചപ്പോൾ ചേട്ടാ നമ്മളെ നടക്കില്ല, സുഭാഷ് ചന്ദ്രബോസിനെ കണ്ടിട്ട് തിരിച്ചറിയാത്തത് ഹിസ്റ്ററി സംഭവം എന്താ ഞാൻ പറയാൻ കഴിയുന്നില്ല. നമുക്ക് ദേശീയത എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാൻ അരവിന്ദ് ഘോഷിനെ അരവിന്ദ് ഘോഷിനെ അറിയണ്ടേ? അരവിന്ദ് ഘോഷിന്റെ ഫോട്ടോ കണ്ട തിരിച്ചറിയാൻ എത്ര ആൾക്കാർ? കുറഞ്ഞാളേ ഉള്ളൂ. സത്യം തിരിച്ചറിയോ? ഇനി എന്റെ ഫോട്ടോ വിട്ടില്ല. സ്വന്തം തിരിച്ചറിയണമെങ്കിൽ നമ്മുടെ പൂർവീകന്മാരെ തിരിച്ചറിയണം. അച്ഛന്റെ പേരറിയാലോ അല്ലേ? അച്ഛന്റെ പേരറിയാലോ അല്ലേ? അച്ഛന്റെ പേരറിയോ? കണ്ടത്തെ കുട്ടിയൊക്കെ അസൈൻമെന്റ് കൊടുത്തോളൂ. വീട്ടിൽ പോയി ചോദിക്കട്ടെ, അവസാനം അടി വിട്ടേ വീട്ടിൽ നിന്ന്. മുണ്ടാണ് എന്റെ അച്ഛനെ കുറിച്ച് അച്ഛനാണോ മൂപ്പർക്ക് അറിയണ്ടാവല്ലോ, മൂപ്പര് അച്ഛന്റെ അച്ഛനാണ്. നമ്മുടെ അടിവേരികളെ കുറിച്ച് നമുക്ക് അറിഞ്ഞുകൂടാ. ഇപ്പൊ ഭാരതത്തിന്റെ വലിയ പ്രശ്നം അതായിരുന്നു കുറെ കാലമായിട്ട്. നമ്മളെന്താണെന്ന് അറിഞ്ഞുകൂടാ. നമ്മൾ ചില മതമാണ്, നമ്മൾ ചില ജാതിയാണ്, നമ്മൾ ചില വർഗമാണ്. നമുക്ക് സന്തോഷം കിട്ടണമെങ്കിൽ അല്ലേ? ഇപ്പോഴും യുവാക്കന്മാർ വിചാരിക്കുന്നത് സന്തോഷം കിട്ടണമെങ്കിൽ, സമാധാനം കിട്ടണമെങ്കിൽ എന്ത് വേണം? കഞ്ചാവ് വേണം, ചരസ് വേണം, ഹങ്ക് വേണം, ആശീസ് വേണം, ബ്രൗൺ ഷുഗർ വേണം, പെപ്പർ വേണം, MDMA വേണം. അറിയില്ല അല്ലേ? കുറെ സാധനം കൂടെ രണ്ടാം വീഴ്ച അറിയാമല്ലോ. ഇതുണ്ടെങ്കിലേ നമുക്ക് ശാന്തിയും സമാധാനവും ഉണ്ടാവും. ഒരു ഡിഗ്രിക്ക് പഠിക്കുന്ന പഞ്ചേര് പഠിക്കുന്ന ഒരു പയ്യൻ പറയാണ്, എൻ്റെ ഒരു ബ്രാൻഡിന്റെ പേര് പറഞ്ഞോളൂ, അത് കഴിച്ചാൽ ഓർമ്മ കൂടുന്ന പറഞ്ഞേ ഹോസ്റ്റലിൽ നിന്ന്. കാരണം ഞാനെന്താണ്, എൻ്റെ ഓർമ്മകൾ എന്താണ്, എൻ്റെ കഴിവെന്താണ്, ഞാനാരാണ്, എൻ്റെ പൈതൃകം എന്താണ്, ഇതിനെക്കുറിച്ചൊന്നും നമ്മൾ ധരിക്കുന്നില്ല, മനസ്സിലാവില്ല. എൻ്റെ പിന്മുറക്കാര് മഹാന്മാരായിട്ടുള്ള ആളുകളുണ്ടായിരുന്നു. വിവേകാനന്ദനെ പോലെയും ഹക്കനെ പോലെയും കൃഷ്ണദേവരായരെ പോലെയും ബുക്കനെ പോലെയും അല്ലേ? വാൽമീകി മഹർഷിയൊക്കെ ഉണ്ടായിരുന്നു ആണോ? രാമായണ മാസം വരാൻ പോയിട്ട് മാസം രാമായണം, അധ്യാത്മരാമായണം കിളിപ്പാട്ടിലെത്തി നിൽക്കുന്നു. ആയിക്കോട്ടെ, കേരളത്തിൽ പൂർണ്ണമായിട്ട് വായിച്ചു എന്നുള്ളൊരു കഴിവും ഉത്തരകാണ്ഡം വായിച്ചിട്ടുണ്ടാവില്ലെന്നായിരിക്കും പറയുന്നല്ലേ? ആ കാണ്ഡത്തിന് ബാക്കിയില്ല, വേണ്ട വായിച്ചോ കയ്യിലാട്ടെ. അപ്പോഴും നമ്മൾ കുറച്ച് ആളുകൾ വായിച്ചില്ല. എഴുത്തച്ഛൻ സ്കൂളിൽ പോയിട്ടില്ല, പോയിട്ടുണ്ടോ?
സ്കൂളിൽ പോവാത്ത എഴുത്തച്ഛന് ലക്ഷ്യബോധം ഉണ്ടായിരുന്നത് കൊണ്ട് എഴുത്തച്ഛൻ മറ്റൊന്നും എഴുതിയില്ല, എഴുതേണ്ടതേ എഴുതിയുള്ളൂ. എഴുത്തച്ഛന്റെ കൃതികളും അധ്യാത്മരാമായണ കിളിപ്പാട്ടും, മഹാഭാരത കിളിപ്പാട്ടും, ചിന്താരത്നം, ഹരിനാമകീർത്തനം, 24 വൃത്തം, ഈ 5 കൃതികളെ നിങ്ങളൊന്ന് പഠിച്ചു നോക്കുക. ഈ 5 കൃതികൾ വെച്ചിട്ടാണ് ഈ സ്കൂളിൽ പോകാത്ത മനുഷ്യന്റെ ഈ 5 കൃതികൾ വെച്ചിട്ട് 50,000-ത്തിലധികം PhD ഗ്രന്ഥങ്ങളും MPhil ഗ്രന്ഥങ്ങളും എവിടെയുണ്ട്? നമ്മുടെ യൂണിവേഴ്സിറ്റികളിലുണ്ട്. അപ്പൊ അറിയേണ്ടത് ഏതാണ്? നമ്മുടെ പൈതൃകത്തെ കുറിച്ചല്ലേ. എന്നിട്ടും കളത്തരല്ലേ പറയുന്നത്. നമ്മൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പോകും, 30-ലധികം PhD ഗ്രന്ഥങ്ങളുണ്ട് അധ്യാത്മരാമായണ കിളിപ്പാട്ടില്. എഴുത്തച്ഛൻ സ്കൂളിൽ പോയിട്ടില്ല. സ്കൂളിൽ പോകലല്ല, നമ്മൾ സ്കൂളിലാണെങ്കിലും വീട്ടിലാണെങ്കിലും നാട്ടിലാണെങ്കിലും കൂട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും നമുക്ക് ഒരു ലക്ഷ്യബോധം കൊടുക്കാൻ, കുട്ടികൾക്ക് കൊടുക്കാൻ നമുക്ക് സാധിക്കുമോ? അതിന് വേണ്ടുന്ന ഘടകങ്ങളാണ് നമ്മുടെ യാവൂരിൽ പറഞ്ഞിരിക്കുന്നത്. ദേശീയ ബോധം, നമ്മുടെ ദേശം, നമ്മുടെ ദേശീയത, അതുമായി ബന്ധപ്പെട്ടവർ എത്ര ആയിരക്കണക്കിന് മഹാന്മാരാണെന്നറിയാം. രാഷ്ട്രീയ ചാണക്യൻ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു ചാണക്യൻ ഉണ്ടായിരുന്നു, കേരളത്തിൽ നിന്ന് പറയപ്പെടുന്നു. പക്ഷേ ചാണക്യനെ കുറിച്ച് പഠിച്ചിരുന്നുവെങ്കിൽ ഇദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ചാണക്യം വിളിക്കില്ല. ആരെയാ കേരളത്തിന്റെ രാഷ്ട്രീയ ചാണക്യം വിളിച്ചത്? വിട്ട് ചിട്ടി കോട്ടെ. ചാണക്യനെ കുറിച്ച് കേട്ടില്ലേ? വിഷ്ണുഗുപ്തൻ അല്ലേ? അയാളെ വേറെ പേര് കൊടുക്കല, കൗടില്യൻ. കുടിലതന്ത്രമാവിഷ്കരിക്കേണ്ട സമയത്ത് അയാളുടെ മൾട്ടിപ്പിൾ ഇന്റലിജൻസിൽ വർക്കൗട്ട് ആവുന്നത് കൗടില്യമാണ്. യവനെ അങ്ങനെ വിട്ടാൻ പറ്റില്ല, ഇങ്ങനെ വിട്ടാലേ പറ്റുള്ളൂ എന്ന് ചിന്തിക്കുമ്പോൾ കൗടില്യനാവും. വിഷ്ണുഗുപ്തൻ പ്രപഞ്ചത്തെ മുഴുവൻ ഉള്ളടക്കിയാണ്. വിശ്വം വിഷ്ണു അല്ലേ? പക്ഷെ പടാറിയുണ്ടോ? ഈ പ്രപഞ്ചമാണ് വിഷ്ണു അല്ലേ? ശിവനാണ്. ഈ പ്രപഞ്ചമാണ് വിഷ്ണു. ആ വിഷ്ണുവിനെ അറിഞ്ഞവൻ എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തെ അറിഞ്ഞവനാണ്. ആണ് വിഷ്ണുഗുപ്തൻ. വിഷ്ണുവിനെ ഗോപനം ചെയ്തവൻ, വിഷ്ണുവായിരിക്കുന്നവൻ, മഹാപരമാസ്മി, ഞാൻ തന്നെയാണ് ഈശ്വരൻ പഠിച്ചത്. മറ്റെന്താണ്? ചാണക്യൻ. യഥാർത്ഥത്തിൽ ചാണക്യൻ എന്ന് പറഞ്ഞാൽ വേണ്ടത് വേണ്ടപ്പോൾ വേണ്ട രീതിയിൽ ചിന്തിച്ച് ചെയ്യുന്നത് ഞാൻ. അങ്ങനെയുള്ള ധാരാളം മഹാന്മാരുണ്ടായിരുന്നു. അതിനാണ് നമ്മൾ അവരുടെയൊക്കെ ചിത്രങ്ങളൊക്കെ വെക്കുന്നത്, അവരെ പഠിപ്പിക്കുന്നത്. നമ്മൾ പഞ്ചാംഗ ശിക്ഷണത്തിലേക്ക് അവരെ കുട്ടികളെ എത്തിക്കുന്ന സമയത്ത് നമ്മൾ നൈതികത്തിലൂടെ കുറേ കാര്യങ്ങൾ സംസ്കൃതി ബോധ പരിപാടിയുടെ ഭാഗമായിട്ട് 4ാം ക്ലാസ് മുതൽ സംസ്കൃതം പഠിപ്പിക്കുന്നതല്ലേ. അത് നമ്മുടെ ദേശീയത അറിയാനാണ്. നിങ്ങൾ പഠിച്ചേ പറ്റൂ, നിങ്ങൾ പഠിച്ചേ പറ്റൂ. ഓരോ ആളുകളെ കുറിച്ച് വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കിയാലല്ലോ അത്ഭുതപ്പെടും. ഇങ്ങനെ മനുഷ്യരല്ല. ഒരു കമ്പ്യൂട്ടറിൽ ഒരു ന്യൂറോൺ കൊണ്ട് കോടിക്കണക്കിന് കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. ന്യൂറോൺ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ട. ഒരു കുഞ്ഞി തേനീച്ചയുടെ തലച്ചോറിൽ 10 ലക്ഷത്തിലധികം ന്യൂറോണുകൾ കമ്പ്യൂട്ടറിലൊക്കെ ഉണ്ട്. മനുഷ്യ മസ്തിഷ്കത്തിലെ ന്യൂറോണുകളുടെ എണ്ണം അറിഞ്ഞുകൂടാ, ഇൻഫിനിറ്റാണ്. കോടാനുകോടി ന്യൂറോണുകളുമായിട്ട് പരിപ്പിൻ്റെ പായസം കുടിച്ച് ഇറച്ചി പൊറാട്ടയും തിന്ന് ഷുഗർ പ്രഷറും കൊളസ്ട്രോളും വന്ന് കിടക്കുന്നവരുടെ പേരാണ് മനുഷ്യൻ. മറ്റ് ജീവികൾ അവൻ കഴിക്കേണ്ട ഭക്ഷണം മാത്രമേ കഴിക്കുന്നുള്ളൂ, അവൻ കുടിക്കേണ്ട വെള്ളം മാത്രമേ കുടിക്കുന്നുള്ളൂ, അവൻ ചിന്തിക്കേണ്ടത് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. രോഗം കുറവല്ലേ? പൂച്ചയ്ക്കും പട്ടിക്കും ഇരിക്കുമൊക്കെ എവിടെയല്ല എനിക്ക് എലിപ്പനി വരുന്നത്, അല്ലെ എലിപ്പനി പടർത്തുന്നത്? നാട്ടിൽ ജീവിക്കുന്നവരെയാണ്. നിങ്ങൾ വീട്ടിൽ പോറ്റുന്ന പശുവിന് മാത്രമേ അസുഖം വരുന്നുള്ളൂ. കാട്ടു പശുവിന് അസുഖം വരുന്നുണ്ടോ? കാക്ക ചാവാൻ കാലത്ത് എന്താ ചെയ്യുക? കാക്കയുടെ കളർ എന്താ? കറുപ്പാണെന്ന് ഉറപ്പുള്ളവർ കൈവക്ക്. കാക്കേന്റെ കളർ കറുപ്പാണ് എന്ന് ഉറപ്പുള്ളവർ കൈവക്ക്. നിങ്ങളെ സ്കൂൾ പഠിക്കാവുന്ന ധൈര്യല്ല കൈവപ്പിക്കാൻ. വിഷ്ണുഗുപ്തൻ, ചാണക്യൻ എന്ന് പറഞ്ഞ പോലെ അതിൻ്റെ മറ്റേ പേര്
എന്തോ ഒരു കൗടിക്യമുണ്ടല്ലേ കറുപ്പാണെന്ന് ഉറപ്പുള്ളവർ കൈവക്ക്. മക്കളെ കാക്കേന്റെ നിറം എന്താണ്? കാക്കയുടെ നിറം ഡാർക്ക് ബ്ലൂ ആണ്. നിങ്ങളുടെ കയ്യിൽ മൊബൈൽ ഉണ്ട്, ഇപ്പൊ ഡാർക്ക് ബ്ലൂ ആണ്. കാക്കയ്ക്ക് എന്നെ പോലെ സൗന്ദര്യമുള്ളത് കൊണ്ടാണ് കൂട്ടിപ്പിടിച്ചിടാം. കാക്കയ്ക്ക് എല്ലാ കാക്കയും ഒരേ തടിയും വണ്ണമാണ് അല്ലേ? കൊളസ്ട്രോൾ, ഷുഗർ, പ്രഷർ. കാക്കയ്ക്ക് അതിന്റെ മാംസത്തിന് വലിയ രുചിയൊന്നും ഇല്ല എന്നാണ് പറഞ്ഞത്, തിന്നയാള് പറഞ്ഞത്. അതുകൊണ്ടാണ് കാക്ക സ്വതന്ത്രമായിട്ട് ജീവിക്കുന്നത്. ഇത് നിശ്ചയിച്ചത് വേറെ ആളാണ്. എന്താണ് കാക്കേന്റെ പ്രധാന പരിപാടി? കുരിയുട്ടിൽ കിടാത്തി എന്നാൽ സൂര്യപ്രകാശത്തിൽ ഇറ്റതൊഴി ചിന്തകൾ കൊത്തി വലിക്കുന്നതിലും ഏറ്റവും വൃത്തി വെളിപ്പെടുന്നാൾ. കേരളത്തിന്റെ ശുചിത്വ മിഷന്റെ ചിഹ്നം എന്താണ്? കാക്കയോ? ചൂല് കടിച്ചു പിടിച്ച് നിൽക്കുന്ന കാക്കയാണ് അല്ലേ? ഇങ്ങനെയുള്ള ചൂലില്ലേ? ചണ്ടി മാത്രം അല്ലേ? അക്ഷരമാരി പോലെ ചണ്ടി മാത്രം ചൂല് കടിച്ചു പിടിച്ച് നിൽക്കുന്ന അല്ലേ? പുറമാന്ത മുഖമാന്ത പറഞ്ഞു ചൂല് കടിച്ചു പിടിച്ച് നിൽക്കുന്ന കാക്കയാണ് ശുചിത്വ മിഷന്റെ കേരളത്തിലെ ചിഹ്നം. എന്താ കാര്യം? ഏറ്റവും ശുചിത്വം ഉള്ള ജീവി കാക്ക. എന്ത് ഭംഗിയാ അറിയാം. എന്തൊക്കെ പറയും. അപ്പോ ദേശീയതയെ കുറിച്ച് പറയാനും പഠിക്കാനും നമുക്ക് ഇഷ്ടം പോലെ മേഖലകൾ വിദ്യാഭാരതി വിദ്യാനികേതനിലുണ്ട്. അത് നമ്മൾ സ്വായത്തമാക്കിയേ പറ്റും. നമ്മുടെ ദേശീയ പുരുഷന്മാര് ദേശീയ ഗാനമാണെങ്കിൽ, ദേശീയ ഗീതമാണെങ്കിൽ, ദേശീയമായിട്ടുള്ള കഥകള്, ധാരാളം കാര്യങ്ങളുണ്ട്. ഇത് അറിഞ്ഞു കൊടുത്താൽ ലക്ഷ്യബോധം ഉണ്ടാവും കുട്ടികൾക്ക്. ഞാൻ ശിവജി ആവണമെന്ന് ആഗ്രഹിക്കുന്നത്, ഞാൻ അബ്ദുൽ കലാമിനെ പോലെ ആവണമെന്ന് ആഗ്രഹിക്കുന്നത്, ഞാൻ വിവേകാനന്ദനെ പോലെ ആവണം. അമ്മമാരാണല്ലേ. 4 കുട്ടികളിൽ കൂടുതൽ കുട്ടികളുടെ ഒരു കൈവക്ക് ഉണ്ടാവുന്നില്ല. സ്കൂളിൽ കുട്ടികളല്ലേ? അതുപോലെ സ്കൂളിൽ 4 കുട്ടികളേ ഉള്ളൂ. ഈ കുട്ടികൾ അവസാനം ബിയോട് ഞങ്ങൾ ചേർക്കാൻ മതി സ്കൂളിൽ. അന്നേരം എച്ച് എം പുറത്തു പോയതാണ്. ഭയങ്കര മാനസിക പ്രശ്നമാണ് കുട്ടികളുടെ. അതിനുള്ള മറ്റേ അൽമാരൊരു ചെമ്പ് കാണിയാൽ പോലെ കുട്ടിയോ അല്ല, സ്കൂളിൽ കുട്ടിയില്ല. അതിന് പോയ അവസ്ഥ സ്വന്തം വീട്ടിലെ കുട്ടികളുണ്ടെങ്കിൽ ഞാൻ കമ്പലത്തിൽ പോയിട്ട് ഉരുളി കമർത്താം. സ്കൂളിൽ കുട്ടികളുണ്ടെങ്കിൽ എവിടെ കമർത്തും? വീട്ടിൽ പോയിട്ട് ആരായിരിക്കും കമർത്തിയാലത് കുട്ടികളുണ്ടാവില്ല. എന്താണ് ഞാൻ പറയുന്നത്? കൃത്യമായിട്ട് നിങ്ങൾ ആലോചിക്കും. രാത്രി തിരിച്ചു പോയത്, കരഞ്ഞു പോകരുത്, ദേഷ്യം പിടിക്കരുത്. ഒറ്റയ്ക്ക് നാരങ്ങയാണ് ക്ലാസ് എടുത്തത്. ഒരു മാഷ് വന്നി മോനെ നാളെ അത് കാണല്ലോ, എന്നൊക്കെ ഭ്രാന്താന്നാണ് വിചാരിക്കാം. സത്യമാണ് ഞാൻ പറഞ്ഞിട്ടെ. പിന്നെന്താ പറഞ്ഞത്? പൈതൃകം. എന്താ പൈതൃകം? പിതൃത്വം. പിതൃത്വം സംസ്കാരത്തിലേക്ക് പോവാ. എൻ്റെ അച്ഛനാരാണ്, അമ്മയാരാണ്, അമ്മയെ കുറിച്ച് ബോധ്യമുണ്ടോ നമ്മുടെ കുട്ടികൾക്ക്? ഇന്ന് എന്ത് കഷ്ടപ്പാടില്ലേ? അസ്സാം ദാവതീയം പ്രസൂതി സമയെ ദുർവാര ശൂലവ്യഥാം നൈരുജ്യം ധനിശോഷണം മലമൈ ശയ്യാജ സമ്പൽസിരി എന്നാലോചിച്ചുകൊണ്ടിരിക്കുന്നു. ഏകസ്യാദിന ഗർഭഭാരഭരണ ക്ലേശസ്യക്ഷമോ ധാത്വ നിഷ്കൃതി മതോ വിതനയ തസ്യൈ ജനന്യൈ നമഃ. ആര് പറഞ്ഞതാണ്? എല്ലാം മൂപ്പരെ തലയിൽ കെട്ടി വെക്കണ്ടേ? അത് കഴിഞ്ഞ് ഇനിയിപ്പോ അങ്ങോട്ടേക്ക് പോവുകയാണ് അല്ലേ? 10 കൽപ്പനകൾ എത്രാന്ന് വെച്ചപ്പോ 32 വരെ പറഞ്ഞു എന്ന് പറഞ്ഞു. ശങ്കരാചാര്യരാണ്, മഹാപഞ്ചകമാണ്, 5 ശ്ലോകങ്ങളേ ഉള്ളൂ. വായിച്ചിട്ടുള്ളവർ കൈവക്ക്. കുറച്ച് വായിച്ചു പോയി അല്ലേ? കുറച്ച് വായിച്ചു. മാതൃപഞ്ചകത്തിൽ പറയാം, അസ്താം താവതീയം പ്രസൂതി സമയേ ദുർവാര ശൂലവ്യഥാം.
അമ്മേ, എന്നെ പ്രസവിക്കുന്ന സമയത്ത് അമ്മ അനുഭവിച്ച ശൂലം കൊണ്ട് കഠോരമായി കുത്തിയാലുള്ള വേദന, ആ കഠോരമായ വേദനയുണ്ടല്ലോ, അത് ഞാൻ അറിയുന്നു. ശങ്കരാചാര്യർ സയന്റിസ്റ്റ് ആയിരുന്നില്ല. പക്ഷേ ഇന്ന് ലോകം മനസ്സിലാക്കാൻ, ലോകം പറയുന്നു, ശാസ്ത്രം പറയുന്നു, ലോകത്തിലെ ഏറ്റവും വലിയ വേദന എന്ന് പറയുന്നത് ഏതാണ്? പ്രസവ വേദന. ശങ്കരനാൾക്കുന്ന നൈരുച്യം ധനുശോഷണം മലമയി ശയ്യാജ സംവത്സരി. നൈരുച്യം, ഗർഭവതിയായിരിക്കുന്ന സമയത്ത് എൻ്റെ അമ്മയ്ക്ക് ഒന്നിനോടും രുചി തോന്നിയിരുന്നില്ല. അല്ലേ? ധനുശോഷണം, എൻ്റെ ശരീരമെല്ലാം ചടച്ച് മെലിഞ്ഞ് ഉണങ്ങി. ഇപ്പോഴത്തെ അമ്മമാരെ കുറിച്ച് എല്ലാം പൊറാട്ടി ദോശയും അത്താറോച്ചി നിന്ന് കയറ്റ നടക്കണം. അപ്പൊ ഞാൻ മറ്റേ വളരെ മറ്റേ പൂജ വെച്ചിട്ടുണ്ട്. എന്താ കെട്ടിയ പൈസക്ക് പൈസ വർത്താൻ പറഞ്ഞു. ഞാൻ ചോദിക്കും മറ്റേ ഓളപ്പാട്ട, ഞാൻ ഈ കയറ്റം നടക്കണമെങ്കിൽ. അതുപോലെ ചോദിക്കുന്ന ആളുകളെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ചോദിക്കുന്ന ആളുകളെ കുറിച്ചല്ല. തന്റെ മനസ്സുകൊണ്ട്, പ്രാണൻ കൊണ്ട്, ഇന്ദ്രിയങ്ങളെ കൊണ്ട്, ചിന്ത കൊണ്ട് തൻ്റെ മകനെ കുറിച്ച്, മകളെ കുറിച്ച്, ഗർഭവതിയായിരിക്കുന്ന സമയത്തുള്ള ചിന്തകളും പലതുമായിട്ട് പലതിനോടും രുചിയില്ല. അങ്ങനെ ക്ഷീണിതയായി. പിന്നെ ഞാൻ പ്രസവിക്കപ്പെട്ടതിന് ശേഷം മലമയി ശയ്യാജ സംവത്സരി. എത്ര കാലങ്ങളാണ് എൻ്റെ മലമൂത്രാദികളിൽ അമ്മ കിടന്നുറങ്ങിയത്. പൈതൃകത്തെ കുറിച്ച് ബോധ്യപ്പെടുമ്പോൾ അമ്മയെ കുറിച്ച് ബോധ്യപ്പെടണ്ടേ, നമ്മൾ അച്ഛനെ കുറിച്ച് ബോധ്യപ്പെടണ്ടേ, സഹോദരങ്ങളെ കുറിച്ച്. അവിടെയാണ് ജാതിയും മതമൊന്നും വിഷയമല്ല ഭാരതത്തിൽ എന്ന് പറയുന്നത്. ഭാരതം ജാതിയിലോ മതത്തിലോ അധിഷ്ഠിതമല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ കാടനായിട്ടുള്ള വാൽമീകി നമുക്ക് ആദികവിയാവുമായിരുന്നോ, ഋഷിയാവുമായിരുന്നോ? ഇന്ന് SLC ബുക്ക് കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ SCയിലോ STയിലോ കൊടുക്കും. ആര്? വാൽമീകി. SLC ബുക്ക് കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ വ്യാസൻ അത് ബാക്ക്വേർഡ് കാസ്റ്റിൽ പെടും. ഭഗവാൻ കൃഷ്ണൻ OBC തന്നെയാണ് പെടുക. എന്നിട്ട് നമ്മുടെ ആളുകൾ സാഹിത്യകാരന്മാരാണ്, ചിന്തകന്മാരാണ്, എഴുത്തുകാരാണ്, ഡാൻസർമാരാണ് എന്ന് പറഞ്ഞിട്ട് പറയാണ്. അവൻ ജനിച്ചപ്പോൾ തന്നെ അവൻ്റെ നിറം കണ്ടിട്ട് അമ്മയ്ക്ക് പോലും ഇഷ്ടം തോന്നിയിട്ടുണ്ടാവില്ല. ആരാ പറഞ്ഞത്? അളവിൽ പറയും. നിങ്ങൾക്കല്ലേ ഭഗവാൻ കൃഷ്ണന്റെ കളർ കറുപ്പല്ലേ? അല്ലേ? വ്യാസന്റെ കളർ എന്താണ്? വാൽമീകിയുടെ കളർ എന്താണ്? നിങ്ങൾ പഠിച്ച് നൃത്തം വയ്ക്കാനും പാട്ട് പാടാനും പഠിച്ചിട്ടുള്ള, അത് എഴുതി തയ്യാറാക്കിയ, പഞ്ചമവേദം എന്നും കൂടി പറയപ്പെടുന്ന നാട്യശാസ്ത്രം ആരുതാണ്? ഭരതമുനിയുടെ നിറം എന്താണ്? ഭരതമുനിയുടെ നിറം അറിയാത്തവരാ നാട്യത്തെ കുറിച്ചും നൃത്തത്തിനെ കുറിച്ചും നടനത്തിനെ കുറിച്ചൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഭരതമുനിയുടെ നിറം കണ്ടുപിടിക്കുക. ആ ഭരതമുനി ഈ നാട്യശാസ്ത്രം ഉണ്ടാക്കിയ വേദങ്ങളിൽ നിന്നാണ്. വേദം 4 പകുത്തു വെച്ചവൻ വേദവ്യാസൻ. കാർത്തവല്ല, കാളിന്തിയുടെ നിറമുള്ള കാളിയുടെ മകനാണ്. കാളിയാണല്ലോ സുഗന്ധിയായി മാറിയത്. മത്സ്യഗന്ധിയായിരുന്നല്ലോ, അല്ലേ? 4 പേരില്ലേ? നമ്മുടെ പൈതൃകത്തെ കുറിച്ച് നിറമല്ല ഏകവർണ്ണമിതം സർവം പൂർവമാസീതി യുധിഷ്ഠിര. ഭീഷ്മാചാര്യര് ശരശയിൽ കിടന്നുകൊണ്ട് പലർക്കും ഉത്തരം പറഞ്ഞ സമയത്ത് പറഞ്ഞു കൊടുത്തതാണ്. യുധിഷ്ഠിരൻ മകന് ചോദിച്ചു, സത്യം എന്താണ്, ധർമ്മം എന്താണ്, നീതി എന്താണ്, സ്നേഹം എന്താണ്? ഇന്നത്തെ സ്നേഹം പറഞ്ഞാൽ എന്താ? ഇന്നത്തെ സ്നേഹം എന്താണോ? പുതിയ കാമുകൻ വരുമ്പോൾ പഴയ കാമുകന് കഷായത്തിൽ വിഷം കലക്കി കൊടുക്കുക. എന്താണ് സ്നേഹമെന്ന് ഭാരതത്തിൽ പഠിപ്പിച്ച് കാളിദാസന്റെ കാവ്യങ്ങൾ വായിച്ചാൽ മതി. പൈതൃകം പറയണമെങ്കിൽ മഹാകാവ്യങ്ങൾ വായിക്കും. ശിവന്റെയും പാർവതിയുടെയും കഥ കുമാരസംഭവത്തിലെ, അല്ലേ? കുമാരസംഭവം വായിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് സംഭവം ഉണ്ടായിരുന്നു. അപ്പോ കുമാരസംഭവം ചിരിക്കാൻ പറഞ്ഞല്ല മക്കളെ. കുമാരസംഭവത്തില്, അല്ലേ, ആദിയിൽ സതിയായിരുന്നവള് ഭർത്താവിനോടുള്ള ആത്മബന്ധമുണ്ട്. സ്നേഹം അതിന് പേര് കൊടുക്കുമെന്ന് എനിക്കറിയില്ല. പ്രേമം, പ്രണയം, സ്നേഹം, കാമം എന്നൊക്കെ പറഞ്ഞിട്ട് പല ഡീവിയേഷൻസ്. എന്ത് ചെയ്യാനാണ് പഠിച്ചോളാം, വിട്ടുപോയി ഭ്രാന്താവുക. പിന്നെ അങ്ങനെ
അഗ്നിയാഹുതി ചെയ്തു. അതാണ് സതി. പിന്നെ പിടിച്ചിടല്ലേ ആവശ്യമില്ലാത്ത. രണ്ടാം ജന്മത്തില് പാർവതിയായിരുന്നു. തപസ് ചെയ്ത് ശിവനെ തന്നെ നടന്ന ഒടുവിൽ പഞ്ചാഗ്നി മധ്യത്തില് ഒറ്റക്കാലിൽ നിന്നിട്ട് തപസ് ചെയ്തു. മുകളിൽ സൂര്യന് ചുറ്റും തീയും. അപർണയായി മാറി. ഇല പോലും കഴിക്കാത്തവളായി. ആ പർണ ഇല അല്ലേ, ഇല പോലും കഴിക്കാത്തവളായി. എന്നിട്ട് ശിവൻ വേഷം മാറി വന്നിട്ട് ചോദിച്ചു, ഈ കയ്യിൽ കത്തിയൊക്കെ പാതി കെട്ടിട്ടാണ് ചെന്നൈയിൽ എനിക്ക് സ്നേഹിക്കുന്നത്. എന്നിട്ട് മാറിയില്ല. അതാണ് പ്രണയം. പ്രകർഷണമയം പ്രണയം. ആ പ്രണയത്തെ കുറിച്ച് പഠിക്കണമെങ്കിൽ നമ്മുടെ പൈതൃകം പഠിക്കണം. കുട്ടികൾ നമ്മളെ വാർത്ത പഠിക്കണം. ഇത് കണ്ടപ്പോ തോന്നി, കെട്ടാൻ തോന്നി, കെട്ടിപ്പോ തോന്നി, കെട്ടാൻ തോന്നി. കല്യാണത്തിന് താഴെ MP കെട്ടിച്ച് കൊടുക്കുകയാണ് ഡൈവേഴ്സിന്റെ തീയതി. ഇപ്പൊ അതുമില്ല, നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട് ഡൈവേഴ്സ് എപ്പോഴാണ് അല്ലേ. പാവം എന്ന് പറഞ്ഞോളൂ. ടോയ്ലറ്റിൽ പ്രസവം അല്ലേ, തന്റെ കുട്ടിക്ക് ടോയ്ലറ്റിൽ ജന്മം കൊടുത്തിട്ട് അതിനെ കൊറിയറിൽ കൊണ്ടുവന്ന കവറിനകത്ത് പൊതിഞ്ഞിട്ട് അതിന് മുമ്പേ കൊന്നിട്ട് വലിച്ചെറിയാം. റോഡിന്റെ അക്കയിൽ കാട്ടുന്നില്ല, അവിടെ എത്തുന്ന വിചാരിച്ച് അത് നടക്കി വീഴുള്ളൂ. നടുറോട്ടിൽ കൈക്കുഞ്ഞിനെ വഴിയിലിട്ടും കളഞ്ഞു നട കൊണ്ടോട് ഗോപിയിൽ വിൽക്കും മുലപ്പടം അതിൽ പറ്റി നിൽക്കുവരും ദുഗ്ധാർദ്ര വിസ്മൃതി വിലാസം. ആരെന്നറിയില്ല. ഈ കവികളും തത്വചിന്തകന്മാരും പ്രഭാഷകന്മാരും ഒക്കെ കുറച്ച് ഭ്രാന്തുള്ളവരാണ്. പക്ഷെ അവർ പറയുന്നത് ശ്രദ്ധിച്ചാൽ മതി. ഇനി വരുന്ന കാലത്ത് ഈ കേരളത്തിലെ അമ്മമാരെന്ന് പറയപ്പെടുന്നവർ കൈക്കുഞ്ഞിനെ വഴിയിലിട്ടും കളഞ്ഞ് നടകൊണ്ടും കുട്ടികളെ റോട്ടിലിറങ്ങി നടക്കും. ഒരു 40 കൊല്ലം മുമ്പ് ഒരാൾ കവിത എഴുതിയതാണ്, അയ്യപ്പ പഠിക്കുന്നത്. ഗോപിയിൽ വിൽക്കും പുലപ്പടം. ആ സ്ത്രീ സ്വന്തം മുലക്കച്ച വലിച്ചെറിഞ്ഞ് സ്വയം വിൽക്കും. ആ മുലപ്പടത്തിൽ അതിൽ പറ്റി നിൽക്കും ഒരു ദുഗ്ധാർത്ഥ വിസ്മൃതി വിലാസം. അപ്പോൾ ആ മുലക്കച്ചയിൽ ആ കുട്ടിക്ക് കുടിക്കാനുള്ള മുലപ്പാലിന്റെ അംശം പറ്റിക്കിടക്കുന്നതാണ്. നമ്മുടെ സംസ്കാരം എങ്ങോട്ട് പോകുന്നു എന്ന് അറിയിച്ചിരുന്നു ഇവർ. ഈ അയ്യപ്പ പണിക്കരെ പഠിച്ചാൽ അറിയാം, അയ്യപ്പ പണിക്ക് പൈതൃകം കിട്ടിയത് കൊടുക്കുക. നിങ്ങൾക്ക് കുറെ കവികളുണ്ട്, കുറെ ചിന്തകന്മാരുണ്ടല്ലോ. നെഞ്ചത്തൊക്കെ ആക്കിയിരിക്കുന്ന ആൾക്ക് കണ്ടില്ലേ? അതായത് ടീഷർട്ടിന്റെ ഫോട്ടോ വെച്ചിട്ടില്ലേ? നേരത്തിനോട് ചോദിച്ചാൽ ആരാണ് ഇത്? ചെറുവരെ. ഇതാരാ ചെറുവരെ? കേട്ടില്ലേ? ബൊളീവിയൻ കാടുകളില് മയക്കുമരുന്ന് അടിച്ചിട്ട് സുഖിച്ച് ജീവിച്ചിട്ട് കട്ടും പിടിച്ചു പറിച്ചും ഞാൻ വിപ്ലവം നടത്തുന്നു എന്ന് പറഞ്ഞാൽ പഠിക്കും. ചെറുവരെ കുറിച്ച് പഠിച്ചോടുന്നുണ്ട്. ആ ചെറുവരയെ നെഞ്ഞത്ത് കൂട്ടിയിട്ട് നമ്മുടെ യുവാക്കന്മാർ യുവതികൾ നമ്മുടെ ഡിഗ്രിക്കും PGക്കും പഠിക്കുന്നവർ നടക്കുമ്പോൾ അതിൽപ്പെട്ട ഒരുത്തരോട് ഞാൻ ചോദിച്ചു, കല്യാണപ്പുരയിൽ വെച്ചിട്ട്, മോനെ ഇതാരാ? ചെറുവരെ. മാമനോടാ ഇത് ചെറുവരെയാണ്. ആരാണ് ചെറുവരെ? അതിനെക്കാരണം പഠിച്ചോളൂ. നിങ്ങൾ പഠിച്ചാൽ അപ്പോഴാണ് നിങ്ങൾ മനസ്സിലാവാൻ പഠിക്കാം അല്ലേ? ഗാന്ധിജിയെ കുറിച്ച് പഠിച്ചു. സദാം ഹുസൈന്റെ ജീവിത ചരിത്രം മുഴുവൻ അയാളെ തൂക്കിക്കൊന്ന സമയത്ത് കേരളത്തിലെ പത്രങ്ങളിൽ വന്നു. ഏത് പത്രമാണ് ഞാൻ പറയുന്നില്ല, അന്ന് പേപ്പർ വായിച്ചിട്ടുണ്ടെങ്കിൽ ഓർമ്മയുണ്ട. അന്ന് കേരളത്തിൽ ഹർത്താലായിരുന്നു. അതോർമ്മയുണ്ടോ? സദാം ഹുസൈനെ തൂക്കിക്കൊന്നു അമേരിക്കയിൽ. അതുകൊണ്ട് കേരളത്തിൽ വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്താണ് സദാം ഹുസൈൻ. അതറിയില്ല. ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് ഇതുവരെ ഒരു പത്രത്തിൽ അങ്ങനെ വന്നിട്ടില്ല. ഞാൻ എല്ലാവരെ കുറിച്ചും വായിച്ചു. അതൊരു പണിയില്ല. നമ്മുടെ പൈതൃകമല്ലേ കുട്ടികൾ പഠിക്കുന്നത്. നമ്മുടെ പൈതൃകം പഠിച്ചിട്ടില്ല അവര്. പഠിക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ടോ? അവിടെയാണ് അവര് മാറി. അവരച്ഛനെ കുറിച്ച് മനസ്സിലാക്കുന്നത്. മലമയി ശയ്യാജ സംവത്സരി പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങോട്ട് പോയി അല്ലേ? പെട്ടെന്നൊരു വരവ് കണ്ടപ്പോൾ അങ്ങോട്ട് കാണിച്ചു. മലമൂത്രാദികളിൽ എത്ര കാലം അമ്മ എന്നോടൊപ്പം കിടന്നു ഞാൻ ആലോചിക്കുന്നു. ഇന്നത്തെ മക്കൾ ആലോചിക്കുന്നുണ്ട്. കാരണം അമ്മമാരെ സ്നേഹി കെട്ടിയാണ് കൊടുത്തു വിടുന്നത്. കൂടെ കിടക്കുമ്പോൾ മൂത്രം വയ്ക്കാതിരിക്കാൻ കെട്ടിക്കൊടുക്കുന്ന സാധനമാണ് സ്നേഹി. സ്നേഹിന്റെ മലയാളം എന്താ ഭാഷ? തൊഴിലാളി നിർത്തി വിളിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞ അപ്പിസം ചെയ്യുന്നില്ല. വീട്ടിൽ ഇതിനകത്തൊന്നും അതിനുള്ള മലയാളം
ചോദിക്കും കേട്ടോ. സ്നഗ്ഗിന്റെ മലയാളം ഇത് രാവിലെ എൻ്റെ മക്കളെ ഡോക്ടറിന് പോകണം. രാവിലെ മക്കളൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ എന്തോന്ന് പറഞ്ഞപ്പോൾ സ്വിച്ചിനെ കുറിച്ച് പറഞ്ഞു. അവർ പറഞ്ഞില്ലേ വൈദ്യുതാഗമന നിർമ്മാണ നിയന്ത്രണ അങ്ങനെ പറയേണ്ടത് ഒരു തമാശക്ക് പറയാം. വെറുതെ വേറെ എന്തെങ്കിലും നിങ്ങൾ ഇട്ടാൽ മതി. എന്ത് വാക്ക് ഇടാൻ നമുക്ക് പറ്റില്ല. നമ്മൾ വെറുതെ തമാശയായിട്ട് ഇന്ന് സ്നഗ്ഗി കെട്ടിയിട്ട് അമ്പലത്തിൽ കൊണ്ടുപോകുമ്പോൾ സ്നഗ്ഗി, കല്യാണപ്പള്ളിയിൽ കൊണ്ടുപോകുമ്പോൾ സ്നഗ്ഗി കെട്ടി, എവിടെ പ്രൈവറ്റ് സ്കൂളിലേക്ക് സ്നഗ്ഗി കെട്ടി. നമുക്ക് മൂത്രം ഒഴിക്കാൻ പറ്റില്ല. ഇരിക്കുക എൻ്റെ ചേച്ചി സ്കൂൾ വിടാനായോ എന്തൊക്കെയോ തോന്നുന്നു. ഞാൻ പറയുന്ന സത്യം, നമ്മുടെ സ്കൂളുകളിൽ പോലും അവർക്ക് മൂത്രമൊഴിക്കാൻ തോന്നുമ്പോൾ മൂത്രമൊഴിക്കാൻ ചുറ്റുപാടിയിലൊക്കെ അങ്ങനെയല്ലേ വേണ്ടത്. എന്നിട്ട് പിന്നെ ജന്മത്തിലോ മൂത്രമൊഴിക്കൂല. 4 കൊല്ലം കഴിഞ്ഞാൽ ആശുപത്രി കൊണ്ടുപോകുന്നുണ്ട്. മൂത്രക്കടച്ചിലും കിഡ്നി തകരാറും വന്നിട്ട് വെറുതെ ആണോ ചോക്ക്. തുമ്മാൻ തോന്നുമ്പോൾ തുമ്മണ്ടേ, ചിരിക്കാൻ തോന്നുമ്പോൾ ചിരിക്കണ്ടേ. ക്ലാസ്സിലേക്ക് ഏയോ കടന്നു വന്നു, പുറകെ പണി പിടിച്ചു. 3 ചോദ്യം ചോദിച്ചപ്പോൾ ഇത്രയാണ് തിരിച്ചു വരും. 10ാം ക്ലാസ്സിൽ 10 D ABCD ഞാൻ ഒരുത്തൻ ചിരിച്ചു. എന്റെ പേരെന്താണെന്ന് വെച്ചു ചായ കൊടുക്കാൻ പറഞ്ഞ ചെറിയ പേരെന്തായാലും പറഞ്ഞു. നാളെ അവന്റെ ടീച്ചർ കൊടുത്തു. അല്ല മോനാണെന്ന് ചിരിച്ചു. ഞാൻ എന്തൊക്കെയോ പറഞ്ഞപ്പോൾ ക്ലാസ്സിൽ ചിരിച്ച പറഞ്ഞു. ബാക്കിയിലെന്നെ എന്താ കുട്ടി കുടുംബമായി കുത്തിരിക്കുക. കുട്ടികൾക്ക് ചിരിച്ച് സന്തോഷത്തോടു കൂടി നിങ്ങൾ ക്ലാസ്സിലിരിക്കാൻ പറ്റുന്നുണ്ടോ? രാത്രി തോന്നുന്നില്ല പ്രശ്നം. കണക്കിലെ ടീച്ചർ വന്നാൽ അങ്ങനെയാണ് സമയം പോവുകയില്ല. ഇതിലടിച്ച ഘട്ടങ്ങൾ എത്ര വേഗം സമയം പോയി. എന്താണ് കറുത്തവനും വെളുത്തവനും ഉള്ളവനും ഇല്ലാത്തവനും ദരിദ്രനും ചെരുപ്പ് കുത്തിയും തൂമ്പുകാരനും നിന്റെ രക്തത്തിന്റെ രക്തവും മാംസത്തിന്റെ മാംസവുമാണെന്ന് നീ മറക്കാതിരിക്കുക എന്ന് പറഞ്ഞ ഒരാളുണ്ടായി. അയാൾ എന്റെ കൂടെ പഠിക്കും. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞാണ്, ദരിദ്രനും തൂപ്പുകാരനും ചെറുപ്പൂത്തിയും എല്ലാവരും കറുത്തവനും വെളുത്തവനും ഒക്കെ നിന്റെ രക്തത്തിന്റെ രക്തവും മാംസത്തിന്റെ മാംസവുമാണെന്ന് നീ മറക്കാറുണ്ട്. ഈ ഒരു കാഴ്ചപ്പാടാണ് നമ്മുടെ ലക്ഷ്യത്തിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത്. ആ ലക്ഷ്യത്തോടു കൂടി നമ്മുടെ കുട്ടികൾ വളർന്നാൽ ഒരിക്കലും നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ നാട്ടിൽ, നമ്മുടെ വീട്ടിൽ, നമ്മുടെ എവിടെയെങ്കിലും ഒരു ബുദ്ധിമുട്ടുകളും ഉണ്ടാവില്ല. ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല, ഒരു വിഷയവും ഉണ്ടാവില്ല. അതിലേക്ക് നമ്മൾ നമ്മുടെ കുട്ടികളെ എത്തിക്കുക. അതാണ് ഞാൻ പറഞ്ഞ ഉദാത്തമായൊരു ലക്ഷ്യം വേണം നമുക്ക് മുന്നേറാൻ. കുട്ടികളെ ബോധ്യപ്പെടുത്തണം. ലൈഫ് ഗോൾ, ഞാൻ മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് പോകും. സ്കൈ ഈസ് ദ ലിമിറ്റ്. എൻ്റെ സീമ അതിര് എവിടെയാണ്? ആകാശമാണ്. ആകാശത്തിന് അതിരുണ്ടോ? ആകാശത്തിന് അതിരുണ്ടോ? ഇല്ല. ഐ ഹാവ് നോ ലിമിറ്റ്. എനിക്കൊന്നിനും അതിരില്ല. ഈ ലോകത്തിലെ മഹാന്മാരായ മഹാന്മാരും മഹതികളായ മഹതികളും ഏതെല്ലാം തലങ്ങളിലൂടെ കടന്നു കയറി പോയിട്ടുണ്ടോ ആ തലങ്ങൾക്കപ്പുറത്തേക്ക് പോകാൻ എനിക്ക് സാധിക്കും. മഴ പെയ്യുന്നതിന് മുൻപ് മഴക്കാറ് കാണുമ്പോൾ നനയാതിരിക്കാൻ വേണ്ടിയിട്ട്, വെയിറ്റ് വർദ്ധിച്ചിട്ട് വീണു പോകാതിരിക്കാൻ വേണ്ടി, പിന്നീട് പറക്കാൻ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് മഴക്കാറിന് മുകളിൽ പറക്കുന്നവരെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഗരുഡൻ മഴക്കാറിന് മുകളിലേക്ക് വിടും. മഴക്കാറ് ശക്തിപ്പെട്ടാൽ ഗരുഡൻ മഴക്കാറിന് മുകളിൽ പറക്കും. പറന്ന് 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 മഴ പെയ്ത് കഴിഞ്ഞ താഴേക്ക്. നമ്മുടെ കുട്ടികള് ജീവിതത്തിലെ മഴക്കാറുകൾക്ക് മുകളിൽ പറക്കാൻ പഠിക്കണം. നമുക്ക് പറക്കാൻ പഠിക്കണം. അങ്ങനെ പറക്കാൻ പഠിച്ചവരാണ് ദാരിദ്ര്യത്തിലും വേവലാതിയിലും വിഷമത്തിലും ദുഃഖത്തിലും ദുരന്തത്തിലും കൊടും തീവ്രമായ പട്ടിണിയിലും കിടന്നുകൊണ്ട് ലോകത്തിൽ വെളിച്ചം കാണിച്ചു കൊടുത്തവർ.
പുസ്തകമല്ലേ മിന്നാമിനിങ്ങ മിന്നിമിനിങ്. ആ പാട്ട് ആലോചിച്ചിട്ട് വരണേ. തീർച്ചയായിട്ടും നമ്മളെ പ്രാർത്ഥന പറയുന്നത് എങ്ങോട്ടാണ് ഈ തനിച്ചല്ലേ മഴയത്തും വെയിലത്തും നാടിന്റെ വെട്ടം തടയരുത്. ഇത് കുട്ടികളെ ബോധ്യപ്പെടുന്നു. ഈ മിന്നാമിനായിരിക്കും വെളിച്ചം. നിനക്ക് തിരിച്ചറിയാതിന്റെ പിന്നിലാണ് നിന്റെ വെളിച്ചം. ഞാൻ നിന്റെ വെളിച്ചം മുന്നിലല്ല. മിന്നാമിനിക്കറിയുന്നില്ല എനിക്ക് വെളിച്ചമുണ്ട്. മനുഷ്യനറിയാതെ പോകുന്നത് നല്ല കഴിവിനെ കുറിച്ച്. അതുകൊണ്ട് ചിന്തിക്കാം.